നമസ്തേ. ജനം എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. ദുരന്തകാലത്തെ ഇസ്ലാമോഫോബിയ, ഇതിനു പിന്നിലെ രാഷ്ട്രീയ മുതലെടുപ്പ് ആരുടേത് എന്ന ചോദ്യമാണ് ഇന്നത്തെ ജനം എഡിറ്റേഴ്സ് ചോയ്സ് ചർച്ച ചെയ്യുന്നത്. ഭാരതത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ടെന്ന വാദമുയർത്തിയത് OIC അഥവാ ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘടന, കുവൈറ്റ് സർക്കാർ, പാകിസ്ഥാൻ, ചില അറബ് ആക്ടിവിസ്റ്റുകൾ എന്നിവരാണ്. സ്വാഭാവികമായും ഇന്ത്യയിലും ചിലർ അതിനെ പിന്തുണച്ചു. കൊറോണ കാലത്ത് മുസ്ലിങ്ങളോട് വിദ്വേഷം പുലർത്തുന്നു എന്ന ആരോപണത്തെ പിന്തുണച്ച് പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ചില മുസ്ലിം സംഘടനകളുടെ യോഗവും എത്തി. അതേസമയം മുഴുവൻ ഭാരതീയരും ഒരു കുടുംബമാണെന്നും ചിലരുടെ തെറ്റിന് ഒരു സമുദായത്തെ കുറ്റപ്പെടുത്തരുതെന്നുമുള്ള നിലപാടാണ് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭഗവത് സ്വീകരിച്ചത്. രോഗത്തിന് മതമില്ല, രോഗം ഏതെങ്കിലും മതത്തിൻ്റേതല്ല എന്ന നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുവർത്തിച്ചത്. രോഗത്തെ നേരിടാൻ ഈ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി പോരാടുമ്പോൾ ഭാരതത്തെ അപകീർത്തിപ്പെടുത്താനും നമ്മുടെ രാജ്യത്തെ അപമാനിക്കാനും നടത്തുന്ന ശ്രമങ്ങളുടെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? എഡിറ്റേഴ്സ് ചോയ്സ് ഒരു വാദപ്രതിവാദമല്ല, മത്സരിക്കാനും ജയിക്കാനുമുള്ള വേദിയുമല്ല, അറിയാനും അറിയിക്കാനുമാണ്, തോൽക്കാനും തോൽപ്പിക്കാനുമല്ല. സമൂഹത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ അതത് രംഗത്തെ വിദഗ്ധരെയാണ് ഈ ചർച്ചകളിൽ പങ്കെടുപ്പിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ അബ്ദുൽ സലാം, മുൻ DGP ഡോക്ടർ TP സെൻകുമാർ, മുൻ കേന്ദ്ര സെക്രട്ടറി CV ആനന്ദബോസ്, സാമൂഹ്യ നിരീക്ഷകനായ അഡ്വക്കേറ്റ് TG മോഹൻദാസ്, സാമൂഹ്യ നിരീക്ഷകനും ചലച്ചിത്ര സംവിധായകനുമായ അലി അക്ബർ എന്നിവരാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചയിലേക്ക് സ്വാഗതം. ഡോക്ടർ TP സെൻകുമാർ, അങ്ങ് വർഷങ്ങളോളം പോലീസിൽ ഈ രംഗത്ത് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് നടക്കുന്ന ഒരാളാണ്. എന്തു തോന്നുന്നു, ഭാരതത്തിൽ ഈ മുസ്ലിം സമുദായത്തിന് എന്ന പേരിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ? എന്താണ് അതിൻ്റെ വാസ്തവം? ഇത് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ശ്രീ EM ജബ്ബാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ആരാണ് ഇസ്ലാമോഫോബിയ വളർത്തുന്നത്? ഇസ്ലാമോഫോബിയ വളർത്തുന്നത് നാസ്തികരല്ല, എന്നുവെച്ചാൽ യുക്തിവാദികളല്ല, അതുപോലെ മറ്റാരുമല്ല. അതിന് പ്രധാന ഉത്തരവാദികൾ ആരാണ്? ഖുറാനും ഹദീസും ഭീകരവാദികളുമാണ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വീഡിയോ അദ്ദേഹം പുറത്തിറക്കിയായിരുന്നു. അടുത്തയിടെ ഞാൻ കണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഇതിൽ സംഭവിക്കുന്നതെന്ന്. എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാനാണ് തോന്നിയത്. കാരണം അങ്ങനെ ഏതെങ്കിലും മതത്തെ സംബന്ധിച്ച് ഭീഷണമായിട്ടൊരു കാര്യം ഇതുവരെ ഇന്ത്യയിൽ ഈ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു 1947. അതിനെ തുടർന്നാണ് ഭാരതം രണ്ടായതും ഒരു ഭാഗം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയതും. പക്ഷേ ഇന്ത്യയിൽ പിന്നീട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊരു വിധത്തിലാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിന് നേരെ എതിരായിട്ടുള്ള കാര്യങ്ങൾ, കാരണം മാധ്യമരംഗത്തും മറ്റ് പല രംഗങ്ങളിലുമുള്ള കാര്യങ്ങൾ, അതുപോലെ പലതും മറച്ചു വയ്ക്കാനും ഒളിച്ചു വയ്ക്കാനുമുള്ള താല്പര്യം, അത് എൻ്റെ സർവീസിനിടയിലും ഇപ്പോൾ ചെങ്ങന്നൂർ മൗലവിയുടെ കേസ് മുതൽ ശ്രദ്ധിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കേസിൽ കിട്ടിയ വിവരങ്ങൾ ഞങ്ങൾ CBIക്ക് കൊടുത്താണ്. അതിനുശേഷമൊക്കെ അപ്പോൾ ഏതായാലും ഈ EM ജബ്ബാർ അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് ഈ കാര്യത്തിൽ യോജിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ഇവിടെ അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ, ഇപ്പോൾ മുനാവർ റാണ എന്ന് പറയുന്ന ഒരു കവി ഇന്ത്യയിൽ ഹിന്ദു ഫോബിയ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. അതുപോലെ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു മാധ്യമം, അത് സൗദി അറേബ്യയിൽ പോയിട്ട് അവിടെ ഒരു ഡിസ്കഷൻ നടത്താണ്. എന്താണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഈ സൗദി അറേബ്യയിൽ തന്നെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു റിട്ടയർ ചെയ്ത ജസ്റ്റിസ് തന്നെ സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ പറഞ്ഞു, നമ്മൾ ബഹുസ്വരമായിട്ടുള്ള വേളകളിൽ അങ്ങനെയുള്ള ഇടങ്ങളിൽ പല ഖുറാനിലെ കാര്യങ്ങളോ ഹദീസിലെ കാര്യങ്ങളോ പറയരുത്, അതവിടെ പറയാൻ പാടില്ല. പക്ഷേ അതിലില്ലാതെ വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് തൽക്കാലം ഒളിച്ചു വയ്ക്കണം. അത് നമ്മൾ ഒരു മുസ്ലിം മതരാജ്യമായതിന് ശേഷമുള്ള കാര്യങ്ങളെ അത് പറയാൻ പാടുള്ളൂ. ആ ഒരു താക്കിയ ഒരു ചതി എന്നാണ് പറയുക.
അത് വാസ്തവത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. അതായത് എല്ലാവരെയും ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട്, അതായത് ക്രിയാത്മകമായിട്ട് തന്നെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് അവകാശങ്ങൾ വേണം, അത് എല്ലാവർക്കും സാധ്യമാകണം, അത് ഒളിപ്പിച്ച് വയ്ക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അത് ഉണ്ടാകരുത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിനോട് പ്രത്യേകിച്ച് അവരെ പേടിയാക്കുന്ന രീതിയിൽ, അവർ ഒരു ഭീഷണിയാണ്, അവരെ ഭയക്കണം എന്നുള്ള രീതിയിലൊരു പ്രചരണം ഏതായാലും ഇന്ത്യയിൽ ഇതുവരെ എത്തിയിട്ടില്ല. മറ്റ് പല രാജ്യങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ചില മീഡിയകളുടെ കൂടി സഹായത്തോടു കൂടി മൂടി വയ്ക്കാനും മറയ്ക്കപ്പെടാനും ആയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊക്കെ വീണ്ടും വരാം. ഡോക്ടർ അബ്ദുൽ സലാം വർഷങ്ങളോളം അക്കാദമിക് രംഗത്തുണ്ടായിരുന്ന ആളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. അങ്ങക്ക് എന്ത് തോന്നുന്നു, ഈ മുസ്ലിം സമൂഹത്തെ ഈ തരത്തിൽ വെറുപ്പോടുകൂടി അല്ലെങ്കിൽ ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയം മുസ്ലിം സമുദായത്തോട് കേരളത്തിലോ ഭാരതത്തിലോ ഉണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ പറഞ്ഞ ഈ ഇസ്ലാമോഫോബിയ എന്നോ അല്ലെങ്കിൽ ഇസ്ലാം ഹേറ്റഡ് എന്നോ, ഇസ്ലാമോഫോബിയ എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഫോബിയ ഭയം, ഇസ്ലാമിനോടൊരു ഭയം, അതിന് സെപ്റ്റംബർ 11 ബന്ധപ്പെട്ട് വന്ന certain ജിയോ പൊളിറ്റിക്കൽ റീസൺസോടുകൂടി ഈ ഇസ്ലാം എവിടെയും ചെന്ന് ടെററിസം ചെയ്ത് കളയും, ആൾക്കാരെ കൊന്നുകളയും എന്നും പറഞ്ഞ് ആ കാലത്ത് ഒരുപാട് ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാമിനെ ഭയപ്പെടുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ ഇസ്ലാമിനെ ഹേറ്റ് ചെയ്യുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ ഇസ്ലാമിനെ വെറുക്കപ്പെടുന്ന ഒരു കാര്യമോ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രവുമല്ല, ഇത്രയും ഡൈവേഴ്സായ ഒരു രാജ്യത്ത് ഏതാണ്ട് 130 ശരിക്ക് കറൻറ്റ് ഫിഗർ 136 കോടി വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 139 കോടിയാണ്. 139 കോടി വരെ എത്തിയിരിക്കുകയാണ്. അതിൽ 15% മുസ്ലിങ്ങൾ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ രാജ്യത്ത്, ഭാരത രാജ്യമാണ് 15% മൈനോറിറ്റി എന്ന് പറയുന്ന നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥ, ഒരു രാജ്യമെന്ന് തോന്നത്തക്ക രീതിയിലുള്ളതായിരുന്നു എൻ്റെ അനുഭവങ്ങളും എൻ്റെ ജീവിത സാഹചര്യങ്ങളും പരിചയങ്ങളും ഒക്കെ അങ്ങനെ മാത്രമായിരുന്നു. ഒരു സമയത്ത് പോലും അപ്പോൾ ഉടനെ ചോദിക്കും, അവിടെ മുസ്ലിമിനെ അടിച്ചില്ലേ, ഇവിടെ മുസ്ലിമിനെ അടിച്ചില്ലേ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട 139 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യം, അതിൽ ഈ പറഞ്ഞ കണക്ക് ബഹുഭൂരിപക്ഷവും 89% ഹിന്ദുക്കൾ, 15% മുസ്ലിങ്ങൾ, പിന്നെ കുറേ 1-2% ക്രിസ്ത്യൻസ്, ഇങ്ങനെയുള്ളവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുമ്പം പലപ്പോഴും 2 പേര് തമ്മിൽ പേഴ്സണലായിട്ടുള്ള അടി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വ്യക്തികൾ തമ്മിലുള്ള ഒരു ഫൈറ്റായിട്ട് എടുക്കുക. ഉടനെ അത് അവൻ്റെ ജാതി പറഞ്ഞ് നമ്മളതിനെ തരംതിരിച്ച് പേര് പറഞ്ഞ് ബ്രാൻഡ് ചെയ്ത് അതിനെ ഹിന്ദു മുസ്ലിം അടി അല്ലെ ഹേറ്റഡ് എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്ത് പോകുന്ന ഒരു രീതി നമ്മളവിടെ എങ്ങനെയോ നമ്മൾ മീഡിയയിലായാലും കൊള്ളാം, മറ്റ് പ്രിൻ്റ് മീഡിയയിലായാലും കൊള്ളാം, പറയുന്നവരിലായാലും കൊള്ളാം ഒക്കെ വരുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആ ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിൻ്റെ പിറകിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. എന്താണ് ആ പൊളിറ്റിക്സ് എന്ന് പറയുക? വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. ഏതെങ്കിലും രീതിയിൽ പറഞ്ഞ് അവനെ നമ്മളെ കൂടെ നിർത്തി അവൻ്റെ വോട്ടടിച്ച് മാറ്റുക, ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം വ്യക്തികൾ തമ്മിലുള്ള എന്തെങ്കിലും ഉണ്ടായിപ്പോയാൽ തന്നെ അതിനെ നിറം കൊടുത്തിട്ട് അത് മതപരമായ വൈര്യമാക്കി മാറ്റി അതിനെ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലവാകുമല്ലോ, അത് അങ്ങനെ മാറ്റുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്രീ ആനന്ദ ബോസ്, താങ്കളടക്കമുള്ള 182 പ്രമുഖ വ്യക്തികളാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാർക്കും കത്തയച്ചത് ഇതേ കാര്യം ഉയർത്തിയിട്ട്. അപ്പോൾ എന്തായിരുന്നു ഇങ്ങനെ ഒരു കത്ത് എഴുതാൻ അല്ലെങ്കിൽ ഈ തരത്തിലൊരു പ്രസ്താവന ഇറക്കാനുണ്ടായ ചേതോവികാരം? ഇസ്ലാമോഫോബിയ എന്നത് ഒരു ഭാരത് ഫോബിയയുടെ അല്ലെങ്കിൽ ഒരു മോഡി ഫോബിയയുടെ ഉൽപ്പന്നമാണ് എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. ഇതുപോലുള്ള ഫോബിയകൾ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. ഇത് സ്വാഭാവികമായി നൈസർഗികമായി ഉണ്ടാകുന്നതല്ല. ഇതിനു മുൻപും ഇതുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ
ശ്രീകൃഷ്ണനെക്കുറിച്ചൊരു ഫോബിയ ഇങ്ങനെ ഉണ്ടായിരുന്നു. കൃഷ്ണൻ സമന്തകം മോഷ്ടിച്ചു എന്ന് അടിച്ചിറക്കി. ഒരു കൊച്ചു കുട്ടികൾ പോലും കൃഷ്ണനെ കാണുമ്പോൾ ഓടി മറയാൻ തുടങ്ങി. അവർ പറഞ്ഞു, അരി പോയാൽ അതും ഉണ്ടാക്കിയിടാം, തുണി പോയാൽ അതും ഉണ്ടാക്കിയിടാം, പ്രാണൻ പോയാൽ ഉണ്ണികളെ പുനരുണ്ടാകില്ലെന്ന് അമ്മ പറഞ്ഞു. അത് കൃഷ്ണ ഫോബിയയായിരുന്നു. ഫോബിയകൾ ഉണ്ടാക്കുന്നതാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അങ്ങനെ ഒരു ഫോബിയ ഇല്ല. ഇത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ 57 അംഗങ്ങളുടെ രാജ്യത്തു നിന്ന് തുടങ്ങിയതാണ്. അവിടുത്തെ ചില ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്നവരും ഒക്കെ ചേർന്ന് തുടങ്ങിയതാണ്. പക്ഷേ അതിനിടയ്ക്ക് UAE രാജകുമാരി ഫൈസൽ അൽ കാസിമി അവരും ഇതിൽ ഉൾപ്പെട്ടു. കുവൈറ്റിൻ്റെ ക്യാബിനറ്റിൻ്റെ ഒരു നോട്ട് അതാരോ ലീക്ക് ചെയ്ത് വെളിയിൽ വിട്ടു. അതിൽ പറയുന്നത് റീസെൻറ്റ് ആൻഡ് അലാമിങ് വയലൻസ് എഗൻസ്റ്റ് മുസ്ലിംസ് ഇൻ ഇന്ത്യ എന്നാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ ഫോബിയ ഇന്ത്യയുടെ മുഖമുദ്രയാണ് എന്ന് വരെ ജനത്തെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഈ പ്രചാരം മുമ്പോട്ട് കൊണ്ടുപോയി. ഇതിൻ്റെ ചുവട് പിടിച്ച് അങ്ങനെയൊന്നില്ല എന്ന് നന്നായി അറിയാവുന്ന ചില രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇതിനെ ഇന്ത്യയിൽ കേരളത്തിൽ കൂട്ടുനിന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ സേവിച്ച് റിട്ടയർ ചെയ്ത ഞങ്ങളിൽ ചിലർ, അതിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിമാരുണ്ട്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുണ്ട്, IAS IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്, വൈസ് ചാൻസലർമാരുണ്ട്, ഞങ്ങളെല്ലാം ചേർന്നിട്ട് ഒരു തീരുമാനമെടുത്തു. ഇങ്ങനൊരു ഫോബിയ, ഇല്ലാത്തൊരു ഫോബിയ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് കൊണ്ട് 180ഓളം കൺസേൺഡ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എല്ലാ മുഖ്യമന്ത്രിമാർക്കും എല്ലാ ലഫ്റ്റനന്റ് ഗവർണർമാർക്കും ഞങ്ങൾ കത്തെഴുതി. ഈ ഇസ്ലാമോഫോബിയ എന്നൊന്നില്ല, മുസ്ലിങ്ങൾക്കെതിരായി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ കലഹിപ്പിക്കാൻ ഒരവസരമാക്കി ഈ ഇസ്ലാമോഫോബിയ എന്ന ഈ ഉമ്മാക്കി ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് അതിനെതിരായിട്ട് ശക്തമായ നിലപാടുകൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ എടുക്കണം എന്നായിരുന്നു ഈ കത്തിലെ നിർദ്ദേശം. അതായത് ഞങ്ങൾ ഉത്തമ ബോധ്യമുണ്ട്, ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഈസ് ലൈക്ക് എ ബ്ലൈൻഡ് മാൻ സെർച്ചിങ് ഇൻ ദ ഡാർക്ക് എ ബ്ലാക്ക് ക്യാറ്റ് വിച്ച് ഈസ് നോട്ട് ദെയർ. എ ബ്ലൈൻഡ് മാൻ സെർച്ചിങ് ഇൻ ദ ഡാർക്ക് എ ബ്ലാക്ക് ക്യാറ്റ് വിച്ച് ഈസ് നോട്ട് ദെയർ. ഇസ്ലാമോഫോബിയ എന്ന ഉമ്മാക്കി കാട്ടി ഭാരതത്തിൻ്റെ ഐക്യം തകർക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. ഇനി ഒരു കാര്യം കൂടെ, ഇന്ത്യയിലെ മുസ്ലിം മതപുരോഹിതന്മാർ, പ്രത്യേകിച്ച് ഗ്രാൻഡ് മുഫ്തി, അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ഈ ഇസ്ലാമോഫോബിയ എന്ന പദം ഉപയോഗിച്ചില്ലെങ്കിലും ഇന്ത്യക്ക് എതിരായി ഇതുപോലുള്ള ശക്തികൾ നീങ്ങുന്നത് ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്നർത്ഥം വരുന്ന രീതിയിൽ മുസ്ലിം മത അധ്യക്ഷന്മാർ കത്തെഴുതിക്കൊണ്ടായി. അപ്പോൾ ഇത് ഇന്ത്യയുടെ ശബ്ദമല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശബ്ദമല്ല, ഇന്ത്യയിലെ ശിഥിലീകരിക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളുടെ മാത്രം ശബ്ദമാണ് ഈ ഇസ്ലാമോഫോബിയ. ഇത് ഉണ്ടാക്കിയതാണ്, ഇതൊരു യാഥാർത്ഥ്യമല്ല. ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഓക്കെ, അങ്ങയിലേക്ക് വീണ്ടും വരാം. അഡ്വക്കേറ്റ് TG മോഹൻദാസ്, നിരന്തരം ഇക്കാര്യങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുകയും സംവദിക്കുകയും ചെയ്യുന്ന ഈ രംഗത്തെ ഏറ്റവും വിദഗ്ധനായ ഒരാളെന്ന നിലയിൽ അങ്ങ് എങ്ങനെ കാണുന്നു? എന്താണ് ഈ ഇസ്ലാമോഫോബിയ എന്ന പേരിൽ ഉയർത്തിയിട്ടുള്ള ആരോപണത്തിൻ്റെ പിന്നിലെ രാഷ്ട്രീയം? അല്ല, അതിൽ വലിയൊരു രാഷ്ട്രീയം തന്നെയുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൊഫസർ അബ്ദുൽ സലാം പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. ഫോബിയ എന്ന് പറയുന്നത് അടിസ്ഥാനമില്ലാത്ത ഭയത്തെയാണ്. ഭയപ്പെടേണ്ടാത്ത ഒരു കാര്യത്തിനെ നമ്മൾ ഭയപ്പെടുമ്പോൾ അതിനെ ഫോബിയ എന്ന് പറയും. വാസ്തവത്തിൽ ഇസ്ലാം ഭയപ്പെടേണ്ട ഒരു ദർശനം തന്നെയാണ്. ചരിത്രം നോക്കിക്കഴിഞ്ഞാലും ഖുർആൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാലും പലപ്പോഴും കുഴപ്പം കൂടാതെ ലോകം മുന്നോട്ട് പോയത് ഖുർആൻ്റെ വചനങ്ങൾ അക്ഷരം പ്രതി പാലിക്കേണ്ടതില്ല, അതിന് വേറൊരു മാനമുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന നല്ലവരായ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളുള്ളത് കൊണ്ടാണ്. പക്ഷേ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം മറ്റേ കൂട്ടരെ ഇത് അക്ഷരം പ്രതി പാലിക്കണമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, അങ്ങനെ ചെയ്താൽ മാത്രമേ, ആട് വളർത്തി മരുഭൂമിയിൽ ജീവിച്ചാൽ മാത്രമേ അല്ലാഹുവിന് തൃപ്തിയാകൂ എന്നൊക്കെ വിചാരിക്കുന്ന മൂഢന്മാർ, അവരുടെ കയ്യിലാണ് പലപ്പോഴും ഇസ്ലാമിൻ്റെ നേതൃത്വം പോയി ചെന്ന് ചേരുന്നത്.
കാരണം അവർ വയലൻ്റാണ്, ഇവർ കുറെ കൂടെ മൈൽഡാണ്. അതുകൊണ്ട് വയലൻ്റ് ആൾക്കാർക്ക് ഇതിൽ നേതൃത്വം കിട്ടുകയും ലോകം മൊത്തം ഇസ്ലാം ഭയപ്പെടേണ്ട ഒരു ദർശനമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. എല്ലാ മതങ്ങളിലും കുറേശ്ശെ ഈ പറഞ്ഞ പോലെ അന്ധവിശ്വാസങ്ങൾ, അക്രമങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്, അശ്ലീലം വരെ ഉണ്ട്. ഇത് ഭാരതത്തിൽ വലിയൊരു കാര്യമായിട്ട് കണ്ടിരുന്നില്ല. വാസ്തവത്തിൽ ഹിന്ദുമതത്തിൽ ഇതുപോലെയുള്ള എലമെൻസിനെയൊക്കെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ആക്രമിക്കുകയും അത് ഇല്ലാതാവണമെന്ന് വാദിക്കുകയും ഒക്കെ ചെയ്തത് പല സന്യാസി വൈര്യന്മാരും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നാരായണ ഗുരു വരെ അത് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൽ നിർഭാഗ്യവശാൽ ആരെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉദാഹരണം ചേകന്നൂർ മൗലവിയാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടിട്ട് വർഷം എത്രയായി, ആര് കൊന്നു എന്നുള്ളത് ഇന്നുവരെ ആർക്കും പിടികിട്ടാത്ത ഒരു പ്രഹേളികയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു തന്ത്രം കിൽ 1 ഫ്രൈറ്റൻ 1000. ഞാൻ ഈ ഖുറാൻ സുന്നത്ത് സൊസൈറ്റി, ഇദ്ദേഹത്തിൻ്റെ ചേകന്നൂർ മൗലവിയുടെ ഖുറാൻ സുന്നത്ത് സൊസൈറ്റിയുടെ പല യോഗങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഏറിയാൽ 40 പേര്, അതിൽ കൂടുതൽ അതിൽ പങ്കെടുക്കാൻ പോലും ഇന്നും ധൈര്യപ്പെടുന്നില്ല. കാരണം അപ്പുറത്ത് നിന്ന് എന്തായിരിക്കും പ്രതികരണം. പിന്നെ പ്രാണം പോയാൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അലി അക്ബറൊക്കെ ഇറങ്ങി നടക്കുന്നില്ലേ, ഹമീദ് ചേതമംഗലം വരെ, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അവർ ചത്താ ചാവട്ടെ, ഏത് നിമിഷവും മരിക്കാൻ തയ്യാറുള്ള മനുഷ്യരാണ്. അവരോടൊക്കെ എനിക്ക് ബഹുമാനവും ആദരവും ഉണ്ട് അവരുടെ ധൈര്യത്തോട്. പക്ഷെ സാധാരണ മുസ്ലിം അങ്ങനെയല്ലല്ലോ. ഇതൊന്ന് കേൾക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ പോലും 4 കയ്യോ കാലോ വെട്ടുകയോ കഴുത്ത് വെട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ പ്രബലന്മാരുമാണ്. രാഷ്ട്രീയ പിന്തുണയും അവർക്കാണുള്ളത്. രാഷ്ട്രീയമായിട്ട് ഇതിനെ എല്ലാവരും മുതലെടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ കൊറോണ കാലത്ത് സംഭവിച്ചത് നോക്കൂ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പല ഈ TV റിപ്പോർട്ടർമാർ, മലയാളികൾ, ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ വിവിധ ചാനലുകളിലേക്ക് റിപ്പോർട്ട് ചെയ്ത ആൾക്കാർ, പേര് പുറത്ത് പറയരുത് എന്ന് എന്നെ കൊണ്ട് ആണയിടിച്ചിട്ട് എന്നോട് സത്യം പറഞ്ഞിട്ടുണ്ട്. തബ്ലീഗ് ജമായത്തിൻ്റെ ആ യോഗത്തിൽ നിന്നാണ് ഡൽഹിയിൽ ഈ കൊറോണയുടെ പൊട്ടിത്തെറി ഉണ്ടായത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തമിഴ്നാട് അതുവരെ ശാന്തമായിരുന്നു. ഇവർ ഡൽഹിയിൽ നിന്ന് തമിഴ്നാട്ടിൽ പോകുകയും ഒരു കാരണവശാലും ഹെൽത്ത് വർക്കേഴ്സിൻ്റെ ഒരു ഓഡിറ്റിനോ, ഞാനവിടെ പോയിരുന്നു, എന്നെയും ടെസ്റ്റ് ചെയ്തോളൂ എന്ന് പറയാനോ തയ്യാറാവാതെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാതെ ഒക്കെ നടന്നിരുന്നു. അന്ന് ഈ കൊറോണയ്ക്ക് മതമില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് സത്യം പറയണം എന്ന് ഇസ്ലാമിൻ്റെ നേതാക്കൾ ആരും പറഞ്ഞു കേട്ടില്ല. പക്ഷേ തബ്ലീഗിനെ മറ്റുള്ളവർ കുറ്റം പറയാൻ തുടങ്ങിയപ്പോൾ ആണ് എല്ലാവർക്കും പെട്ടെന്ന് വെളിപാടുണ്ടായത്, ഓ രോഗത്തിന് മതമില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിൻ്റെ പിന്നിലെ ഒരു രാഷ്ട്രീയമാണ്. ഇസ്ലാം ചെയ്യുന്നത്, അവർ വീക്കായിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവായിട്ടുള്ള സ്ഥലത്ത് ഒരു പെർസിക്യൂഷൻ മാനിയ ഉണ്ടാക്കാൻ നോക്കും. ലോകം മുഴുവൻ എനിക്കെതിരെ 24 മണിക്കൂറും ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിമുകളെ വെട്ടിക്കൊല്ലാനായിട്ട് എല്ലാ അലി അക്ബറും സെൻകുമാർ സാറും എല്ലാം കത്തിയും പുറകിൽ ഒളിപ്പിച്ചാണ് എപ്പോഴും നടക്കുന്നത്. CV ആനന്ദ് സാറിൻ്റെ കയ്യിൽ മുസ്ലിങ്ങളെ എറിയാനുള്ള ബോംബുണ്ട്. ഹിന്ദുക്കളെ കണ്ടാൽ ആ ബോംബ് അദ്ദേഹം നിർവീര്യമാക്കും. ഇങ്ങനെ ഒരു പെർസിക്യൂഷൻ മാനിയ മുസ്ലിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷനിൽ 10% സംവരണമുണ്ട്. 10% സംവരണം. അവർക്കതിനുള്ള അർഹതയുണ്ടോ? ഞാൻ തുറന്നു ചോദിക്കുകയാണ്. കേരളത്തിൽ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഇല്ലാത്ത എന്തവശതയാണ് മുസ്ലിങ്ങൾക്കുള്ളത്? ഈ നാട്ടിൽ പാണക്കാട് തങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടാകുകയും അലി അക്ബറിൻ്റെ മക്കൾക്ക് റിസർവേഷൻ ഇല്ലാതിരിക്കുകയും TG മോഹൻദാസ് പിച്ചക്കാരനായി നടക്കുകയും ചെയ്യണമെന്നുള്ളൊരു ഇക്വേഷൻ ആര് കൊണ്ടുവന്നതാണ്? ഈ പെർസിക്യൂഷൻ മാനിയ കൊണ്ട് ഒരു യൂണിറ്റി ഉണ്ടാക്കി അതിൻ്റെ വോട്ട് ബാങ്ക് വെച്ച് വിലപേശി നേടിയെടുത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ രാജാക്കന്മാരും മഹാരാജാക്കന്മാരും വരെ ഈ ട്രാപ്പിൽ വീണു പോയിട്ടുണ്ട്. കോഴിക്കോട് സാമൂതിരിയുടെ ഉത്തരവായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യത്ത്, കോഴിക്കോട് രാജ്യത്ത് എല്ലാ ഹിന്ദു ഭവനങ്ങളിലെങ്കിലും ഒരു മുസ്ലിമെങ്കിലും ഉണ്ടാവണം. കോഴിക്കോട് സാമൂതിരി അന്ന് വെള്ളിയാഴ്ച കടപ്പുറത്തുണ്ടാകുന്നവരെ കോട്ടമാർക്കാർ എന്നുള്ള പേരിൽ മുസ്ലിം ആക്കണമെന്നുള്ളത് നിബന്ധനയായിരുന്നു സാമൂതിരിയുടെ. ആയിരുന്നല്ലോ. അപ്പൊ എല്ലാവരും ഈ പെർസിക്യൂഷൻ മാനിയ കൊണ്ടുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിൽ വീണുപോയവരാണ്. കൊറോണയ്ക്ക് മതമില്ല എന്ന് പറയുമ്പോൾ കൊറോണയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട് എന്നറിയണം. അല്ലെങ്കിൽ കൊറോണയ്ക്ക് മതമില്ല എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരില്ല. നമ്മളിത് കുറെ കാലമായിട്ട് കേൾക്കുന്നതാണ്.
ടെററിസത്തിന് മതമില്ല, പക്ഷേ ടെററിസ്റ്റിന് മതമുണ്ട്. യാക്കൂബ് മെമനെ കബറടക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ 20,000 പേരാണ് കൂടിയത്. 20,000 പേര്. കോടതി പറഞ്ഞത് 20 പേരിൽ കൂടുതൽ ഉണ്ടാവരുത്, അയാൾ രാജ്യദ്രോഹിയാണ്. ശരി, അയാളുടെ മതപ്രകാരം അയാളെ കുഴിച്ചു മൂടിക്കോളൂ, പക്ഷേ 20 പേരിൽ കൂടുതലുണ്ടാവരുതെന്ന് പറഞ്ഞു. 20,000-ൽ കൂടുതലുണ്ടായിരുന്നു ആൾക്കാർ ഈ യാക്കൂബ് മെമനെ കുഴിച്ചിടാൻ നേരത്ത്. എന്നിട്ട് പറയുന്നു ടെററിസത്തിന് മതമില്ല. കൊറോണ കാലത്ത് നിങ്ങൾ മൊബൈൽ ഓഫ് ചെയ്തിട്ട് ഹെൽത്ത് വർക്കേഴ്സിന് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാതെ നിങ്ങൾ ഒളിച്ചിരിക്കുക. അത് പിടിച്ചു കഴിയുമ്പോൾ പറയുക കൊറോണയ്ക്ക് മതമില്ല എന്ന് പറയുക. ഉണ്ട്. ഈ മതത്തിൻ്റെ ഒരു കളി ആഗോളതലത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അതില്ല എന്നെങ്ങനെ നിഷേധിക്കാൻ പറ്റും? ഇപ്പോൾ ഇന്ത്യയും അറബ് രാജ്യങ്ങളും തമ്മിൽ നരേന്ദ്രമോദി വന്നു കഴിയുമ്പോൾ ബന്ധമെല്ലാം വിച്ഛേദിക്കുമെന്നും അറബ് രാജ്യങ്ങൾ മുഴുവൻ നമുക്ക് എതിരാകുമെന്നും ഇവർ പ്രതീക്ഷിച്ചു. ആര്? ഈ പ്രോസിക്യൂഷൻ മാനിയാക്കാർ. പക്ഷേ ഒന്നും നടന്നില്ല. മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗൾഫ് നാടുകളിൽ ഒരു അമ്പലം വയ്ക്കാനുള്ള കരാറും കൂടെ നരേന്ദ്രമോദി ഉണ്ടാക്കി. അപ്പോൾ അവിടെ കുത്തിത്തിരിപ്പ് തുടങ്ങി. അതിൻ്റെ ഫലമായിട്ടാണ് ഈ കുവൈറ്റിൽ ഈ മിനിസ്ട്രിയുടെ നോട്ടുണ്ടായി, അത് ഇത് എന്നൊക്കെ പറയുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവരെ ഇവർ സ്വാധീനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. വളരെ കരുതിയിരുന്നില്ലെങ്കിൽ ഈ ഇസ്ലാമിക് ടെററിസം, ഈ എക്സ്ട്രീമിസം, ഈ ഫണ്ടമെന്റലിസം, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇസ്ലാമിക് ഫണ്ടമെന്റലിസം ഈസ് നോട്ട് ദ പ്രോബ്ലം, ഇസ്ലാം ഈസ് ദ പ്രോബ്ലം എന്ന് പറയും. ഓക്കെ, അങ്ങനെയൊക്കെ വീണ്ടും വരാം. ശ്രീ അലി അക്ബർ, അങ്ങ് പലപ്പോഴും ഈ മുഖ്യധാര ഈ തരത്തിലുള്ള പ്രചാരണം നടത്തുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയായ ഷാ മുഹമ്മദ് ഖുറേഷി ഉന്നയിച്ച അതേ ആരോപണം തന്നെയാണ് കഴിഞ്ഞ ആഴ്ച പാണക്കാട് തങ്ങളുടെ വീട്ടിൽ നടന്ന യോഗത്തിൽ മുസ്ലിം സംഘടനകളും ഉന്നയിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും ശബ്ദം ഒന്നാകുന്നതിലെ സാമ്യത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? ഈ ഫോബിയ എന്ന വാക്കിന് ഭയം എന്നുള്ള അർത്ഥമാണെങ്കിൽ എനിക്ക് ഭയമുണ്ട്. ആരൊക്കെയാണ് എനിക്ക് ഭയമുള്ളത്? എനിക്ക് മദനിയെ ഭയമുണ്ട്. MESലെ ഡോക്ടർ അബ്ദുൽ ഗഫൂറിന് ഭയമുണ്ട് എനിക്ക്. അങ്ങനെ ഈ രാജ്യത്തെ ശിഥിലമാക്കാൻ നടക്കുന്ന ഒരുപാട് പേരിൽ എനിക്ക് ഭയമുണ്ട്. എൻ്റെ ഭയം ഒരു പക്ഷേ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്കുണ്ടാവാം. മുസ്ലിങ്ങളെന്നല്ല, ക്രിസ്ത്യാനികളെന്നല്ല, ഒരുപാട് പേർക്കുണ്ടാവാം. അതേപോലെ തന്നെ ഞാൻ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് കൂടുതൽ പഠിച്ചത്, പുസ്തകത്തിൽ നിന്നല്ല. ഇത്തരം ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരുപാട് ദുരന്തങ്ങൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇതൾ വിരിഞ്ഞ് വന്നപ്പോഴാണ് ഇതിൻ്റെ ഈ ഗൂഢലക്ഷ്യങ്ങൾ ഞാൻ ബോധ്യപ്പെടുന്നത്. ചില പെൺകുട്ടികൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ എൻ്റെ മുന്നിൽ പറഞ്ഞപ്പോഴാണ് ഈ ജിഹാദിസം ഇന്ന് കേരളത്തിൽ ഇത്രയും അധികമായിട്ട് ജിഹാദികൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ മോഡസ് ഓഫ് ഓപ്പറൻഡി എന്ന് മനസ്സിലാക്കുന്നത് ഈ കുട്ടികളുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയിട്ട്. അപ്പോൾ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വലിയ അനുഭവമാണ് ഈ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ. കുറച്ചു കാലം പ്രവാസിയായിട്ട് കുവൈറ്റിൽ ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഈ കുറച്ചു കാലത്തെ കുവൈറ്റിലെ ജീവിതത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് എന്തുമാത്രം ഫണ്ടുകൾ വരുന്നുണ്ട്, ജിഹാദി സ്വഭാവമുള്ള സംഘടനകളിലേക്ക് എന്തുമാത്രം ഫണ്ട് വരുന്നുണ്ട്, അവരാരെയാണ് സഹായിക്കുന്നത്, ആരൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിലെ കാര്യങ്ങൾ ഞാൻ ഒരു ഇസ്ലാം വിശ്വാസി എന്ന നിലയ്ക്ക് ഖുർആനെ ഞാൻ ഒന്നാമതാക്കി എടുക്കുകയാണെങ്കിൽ എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. എൻ്റെ മതത്തെ ഒഴികെ, എൻ്റെ അള്ളാഹിനെ ഒഴികെ, എൻ്റെ പ്രവാചകനെ ഒഴികെ എനിക്ക് വേറെ ലോകത്ത് ആരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. കാരണം അത് സ്നേഹിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരു ഹിന്ദുവിനെ സ്നേഹിക്കാൻ പാടില്ല. ഏറ്റവും അധികം ശ്രമിച്ചു നോക്കുക, ആ ഹിന്ദുവിനെ എങ്ങനെയെങ്കിലും നിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നിട്ട് അയാൾ വരുന്നില്ലെങ്കിലോ കൊന്നുകളയുക. അത് തന്നെയാണ് എൻ്റെ മതം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ആഴങ്ങളിലേക്ക് ഈ പണ്ടത്തെ സമൂഹം പോയിട്ടില്ല. അവർ ഖുർആൻ അങ്ങനെ വായിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ കുറച്ച് ഫാത്തിഹയും പഠിക്കും, അത്യാവശ്യം നമസ്കരിക്കാനുള്ള ഭാഗങ്ങൾ, പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ മാത്രമേ പഠിച്ച ഒരു സമൂഹമായിരുന്നു കേരളത്തിലേത്. അന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് അപ്പുറത്തേക്ക് ഈ പഠനം ചെന്നു. ഈ റാഡിക്കൽ ഇസ്ലാം എന്ന് പറയുന്നൊരു വിഭാഗം തന്നെ
ഇന്ത്യയിൽ ലോകത്ത് മൊത്തമായിട്ടുണ്ടായിട്ടുണ്ട്. ആ റാഡിക്കൽ ഇസ്ലാം ഉണ്ടായപ്പോഴാണ് നമ്മൾ ഈ ഫോബിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിന് മുന്നേ ആ വാക്കുണ്ടായിരുന്നില്ല. ഇസ്ലാമിൽ 2-3 വിഭാഗങ്ങളുണ്ട് എന്നല്ലാതെ ഇസ്ലാമിന് ഇങ്ങനൊരു സ്വഭാവമുണ്ട്, ഈ എന്താണ് കൊന്ന് കീഴടക്കി മുന്നോട്ട് പോവുക എന്നുള്ള സ്വഭാവം ഇസ്ലാമിൻ്റെ സ്വഭാവം തന്നെയാണ്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഖലീഫമാർ എങ്ങനെയാണ് ഈജിപ്റ്റ് കടന്ന് ഇസ്രായേലിലേക്കും ഒക്കെ പോയിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഈ സൗദി രാജ്യത്തുണ്ടായിരുന്നുള്ള യഹൂദികൾ എവിടേക്കാണ് പോയി തീർന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചരിത്രത്തിൽ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വെട്ടിയും കൊന്നും കൊണ്ട് തന്നെയാണ്. അത് ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് വന്നത്. പക്ഷേ ക്രിസ്ത്യാനിറ്റി ഈ ആധുനിക ജീവിതത്തിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഒരു 90% ആളുകൾ മാറി, ഒരു 10% ഈ പറയുന്ന ഹാർഡായിട്ടുള്ള ക്രിസ്ത്യാനി ആൾക്കാരായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയം എന്നുള്ള അർത്ഥത്തിൽ, ഫോബിയ അല്ലാതെ യഥാർത്ഥത്തിൽ ഭയമുണ്ട്. ഈ ജിഹാദിസ്റ്റുകളോട് ഭയമുണ്ട്. ഇസ്ലാമിസ്റ്റുകളോട്, ഞാൻ ഇസ്ലാമിനോട് വിട്ടേക്കാം, ഇസ്ലാമിസ്റ്റുകളോട് ഭയം മുസ്ലിമായി എനിക്കുണ്ടെങ്കിൽ പിന്നെ ഹിന്ദുക്കൾക്ക് ഉണ്ടാവാതിരിക്കുമോ? ഇത് ഇന്നോ തുടങ്ങിയല്ല. നമുക്ക് അടയാളങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രമേ നമ്മുടെ ആൾക്കാർക്ക് അറിയുള്ളൂ. രാമക്ഷേത്രത്തിൻ്റെ കാര്യം, കുത്തുബ് മിനാർ എന്താണെന്ന് അവിടെ ചെന്ന് നമ്മളത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ നിന്ന് പൊളിച്ചു കൊണ്ടുവന്ന ആ കല്ലുകളുടെ മുഖം, ആ ദൈവങ്ങളുടെ മുഖം അടിച്ചുടച്ച് മദ്രസയുടെ തൂണുകളാക്കിയത് കണ്ടപ്പോൾ എനിക്ക് വേദനിച്ചിട്ടുണ്ട്. അത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുനരാഖ്യാനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ വന്ന ഒരു മതമാണ്, എപ്പോൾ വേണമെങ്കിലും ഇനിയും അത് ആവർത്തിക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആവർത്തിക്കാതിരിക്കും എന്നൊരു തോന്നലുണ്ടാവണമെങ്കിൽ നേരത്തെ പറഞ്ഞു പോയാൽ നമ്മൾ കൊല്ലപ്പെട്ട ചേകന്നൂരിൻ്റെ ഭാഷ എടുക്കണം. നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ചേകന്നൂരായിട്ട് മാറാൻ പറ്റുമോ? അവിടെയാണ് പ്രശ്നം. ചേകന്നൂരായിട്ട് മാറാൻ പറ്റുമെങ്കിൽ ഇസ്ലാമിന് യാതൊരു കുഴപ്പമില്ല. അതിൻ്റെ നല്ല അംശങ്ങൾ മാത്രം എടുക്കുക, അതിന് നിരാകരിക്കേണ്ട കാര്യങ്ങൾ നിരാകരിക്കുക. ഹദീസുകളെ അതായത് ഖുർആൻ പറയുന്നു മനുഷ്യരാൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തെയും പിൻപറ്റരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷേ മനുഷ്യരെ എഴുതിയ ഹദീസുകളെയാണ് ഇന്ന് ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും പിൻപറ്റുന്നത്. ഖുർആനേക്കാളും 10 മടങ്ങ് വിഷയുക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഹദീസിലുള്ളത്. ഖുർആനെ കുറച്ചും കൂടി നമുക്ക് അതിൻ്റെ നല്ല അംശങ്ങൾ എടുത്തുകൊണ്ട് ജീവിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഒരു ഏകദൈവ സിദ്ധാന്തം നല്ലത് തന്നെ, നമസ്കരിക്കുന്നത് നല്ലത് തന്നെ, സക്കാത്ത് കൊടുക്കുന്നത് നല്ലത് തന്നെ. സക്കാത്ത് കൊടുക്കുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് മാത്രമാവരുത്, ഹിന്ദുക്കൾക്കും കൊടുക്കണം, അവശതയുള്ള എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ ആ രീതിയിൽ നന്മകൾ നിങ്ങൾ എടുത്തോളൂ, ആ നന്മയായിട്ട് ജീവിച്ചോളൂ. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകരുത്, മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പോകരുത്, മറ്റുള്ളവരെ മതം മാറ്റാൻ പോകരുത്. അങ്ങനെ ഒരു മുസൽമാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ തൊഴും, ഞാൻ സലാം പറയും, അള്ളാഹുവിൻ്റെ ബർക്കത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ആയിത്തീരണം എന്നുള്ളത്. അതുകൊണ്ടാണ് അത്തരം ഒരു മേഖലയിലേക്ക് എന്തുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ പറയുന്നില്ല ഇങ്ങനെ ജീവിക്കണം, നിങ്ങൾ ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് മാതൃകയാവുള്ളൂ. അല്ലാതെ ക്രിസ്ത്യാനിയെയും ഹൈന്ദവനെയും ഒരിക്കലും നിങ്ങൾ, അല്ലെങ്കിൽ യഹൂദിയെയും നിങ്ങൾ ഒരിക്കലും സുഹൃത്തുക്കളാക്കരുത് എന്ന് പറയുന്ന ആ ഭാഷ്യം ഒന്ന് എടുത്തു കളയൂ. അത് ആധുനിക ജീവിതത്തിന് പറ്റിയതല്ല, ആധുനിക സമൂഹത്തിന് പറ്റിയതല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഈ ഫോബിയ ഇല്ലാതാവും. ആ ഫോബിയ ഇല്ലാതാക്കാൻ ഒരു മാർഗമല്ലാതെ ഞാൻ മറ്റൊന്നും കാണുന്നില്ല. അത് തന്നെയാണ് ഈ പറയുന്ന മുസ്ലിങ്ങൾ, ലോക മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട മാർഗം. സമാധാനമാണ് ഇസ്ലാമിൻ്റെ മതം എന്ന് പറയുകയാണെങ്കിൽ ആ സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് ഇസ്ലാം തിരിച്ചു പോകണം. ഈ പറയുന്ന റാഡിക്കലൈസേഷൻ ഇല്ലാതാക്കണം. ഈ പറയുന്ന നവമാധ്യമങ്ങളിലൂടെ ഈ മുഴുവൻ ഈ ചെറുപ്പക്കാരായ മുസ്ലിങ്ങളുടെ ഇടയിലേക്കും വിഷം കുത്തി വയ്ക്കുന്നവരെ നമ്മൾ കണ്ടെത്തിയിട്ട് അവരെ തുറുങ്കിലടക്കണം. പറ്റുമോ നമുക്ക്? ഇല്ല. ഏറ്റവും നമ്മൾ CA കാര്യത്തിൽ നമ്മുടെ ഡോക്ടറും അതുപോലെ മുനീർ ഡോക്ടറും ഒക്കെ വന്ന് പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് സങ്കടം തോന്നി. അതാണ് ലോകത്തിൻ്റെ പോക്ക്. ആ മാറ്റം ഉണ്ടാവണം. അത് തന്നെ എങ്കിലും അതിനെ ഫോബിയ എന്ന അർത്ഥത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഇസ്ലാമോ ഫോബിയ ഇല്ല, പക്ഷേ ഈ പറഞ്ഞ ജിഹാദി ഫോബിയ ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ വീണ്ടും വരാം. ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം അപ്പോഴാണ് ആദ്യമായിട്ട് ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയത്. ഇത് പറയുന്നത് ശരിയാണോ? ഇപ്പോൾ ക്രിസ്ത്യൻ മതത്തിലുണ്ട്, പഴയ നിയമങ്ങളിൽ വളരെ മാറ്റം വരുത്തിയാണ് പുതിയ നിയമങ്ങൾ പറയുന്നത്. ഇപ്പോൾ ക്രിസ്തുവിന് ശേഷം ആരെങ്കിലും പല്ലിന് പല്ല്, മൂക്കിന് മൂക്ക്, അല്ലെങ്കിൽ രക്തത്തിന് രക്തം, ഇതൊന്നും ആരും പറയുന്നില്ല.
അപ്പോൾ നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിൻ്റെ ശത്രുവിനെ നിങ്ങൾ സ്നേഹിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ അവിടെ മാറ്റങ്ങളുണ്ടായി. ഇതിൽ ആ മാറ്റം പാടില്ല, കാരണം ദൈവം കൊടുത്തിരിക്കുന്നതാണ്, അതിൽ മാറ്റം പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മൾ അതിൽ നോക്കുന്ന സമയത്ത് എന്ത് കാണാം? ഞാൻ ഈയിടെ ഒരെണ്ണം കണ്ടു, 61 തെറ്റുകൾ. ഇപ്പോൾ ഭൂമി പരന്നതാണെന്ന് തന്നെ 7-8 സ്ഥലത്ത് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് തെറ്റ് വരാൻ പാടില്ല. കാരണം ഇപ്പോൾ മറ്റ് പല ഗ്രന്ഥങ്ങളും ദൈവം പറഞ്ഞതല്ല, പക്ഷേ ദൈവം പറയുന്നു എന്ന് പറയുന്ന ഗ്രന്ഥമാകുമ്പോൾ അതിൽ തെറ്റ് വരാൻ പാടില്ല. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഇപ്പോഴാണ് വന്നത്. അത് മാത്രമല്ല, ഇതേപോലെ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം സ്പെസിഫിക് ആയിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ പലരും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ 15% മുസ്ലിംസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഇന്ത്യയിൽ 3.25 കോടി മുസ്ലിംസും പാകിസ്ഥാനിൽ ഏകദേശം 23% ഉണ്ടായത്. അത് എന്ത് സംഭവിച്ചു എന്ന് കൂടി നമ്മൾ നോക്കണം. അതായത് ഒരു പ്രത്യേക മുഖംമൂടി ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി മാധ്യമങ്ങൾ, അതുപോലെ ബുദ്ധിജീവികൾ, ഇവരെല്ലാം ഉപയോഗിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഇപ്പോൾ നോക്കിയാൽ അറിയാം, 80% ഈയിടെ വന്നൊരിതാണ് സ്കോളർഷിപ്പ് കൊടുത്തത് ആർക്കാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ ആർക്കും ചോദിക്കാൻ പാടില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കുക. ഇപ്പോൾ ഉയരുന്ന വളരെ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന, ഒരു കാലത്തും ലോകത്തും ഇന്ത്യയിലും ഇല്ലാത്ത വിധത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഇത് ശരിയാണോ, ഇത് മാറ്റണ്ടേ എന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ നിശബ്ദമാക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അല്ല, അതിന്റെ പിന്നിൽ ഒരു വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയം ഇല്ലേ? വോട്ട് ബാങ്ക് ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഈ വളർച്ച ഉണ്ടായത്. ഇപ്പം നമ്മൾ ആ കണക്കുകൾ, ഞാൻ ആ കണക്കുകൂടി ഒന്ന് പറഞ്ഞേക്കാം. ഈ 3.25 കോടിയാണ് ഇപ്പോൾ 20 കോടിയായിട്ട് വർദ്ധിച്ചത്. ഇവിടെ പീഡനമുണ്ട് എന്നൊക്കെ പറയുന്ന പുറത്തുനിന്നുള്ളവരും അകത്തുനിന്നുള്ളവരും എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലെ കാര്യം പറയാത്തത്? ഇപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുവിനും പാകിസ്ഥാനിലെ ഹിന്ദുവിനെ പറ്റി വിഷമിക്കാൻ പാടില്ല, ബംഗ്ലാദേശിലെ ഹിന്ദുവിനെ പറ്റി വിഷമിക്കാൻ പാടില്ല. അതേസമയം ഇന്ത്യയിലുള്ളവർക്ക് റോഹിംഗ്യൻ മുസ്ലിംസിനെ പറ്റി, ഇന്നിപ്പോൾ അവിടുത്തെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അവരവിടെ ആക്രമണം നടത്തി എത്ര പേരെ കൊന്നു എന്നുള്ളത്, വംശഹത്യ നടത്തിയവരാണ് റോഹിംഗ്യൻ മുസ്ലിംസ് എന്ന്. അവരെ പറ്റി പറയാം, അവർക്കിവിടെ എല്ലാ സൗകര്യങ്ങളും കൊടുക്കണമെന്ന് പറയാം. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് ഒരു സമൂഹം തയ്യാറായി വരുന്നു എന്ന് കാണുമ്പോൾ അത് ഇല്ലാതാക്കാനാണ് ഈ ഫോബിയ ഉണ്ടെന്നുള്ളൊരു മാനിയ ഉണ്ടാക്കുന്നത്. അതായത് ഈ പറയുന്നവർ മുഴുവൻ ഒരു ഫോബിയ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മാധ്യമങ്ങളും ഈ ബുദ്ധിജീവികളും ഇതെല്ലാം ശ്രമിക്കുന്നത്. അത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ടിത് നോക്കേണ്ടതും ഇതിലൊരിക്കലും വീഴാൻ പാടില്ല. കാരണം ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇത് ശരിയാണോ? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിന് ശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന യുക്തിവാദികളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യുക്തിവാദികളും വരുന്നത് എവിടെ നിന്നാണ്? ഇസ്ലാമിക് സമൂഹങ്ങളിൽ നിന്നാണ്. കാരണം അവർ ശരിക്കും ഇത് വായിക്കാനിടയായി. അങ്ങനെയുള്ള വായന കിട്ടിയപ്പോൾ, ഒറിജിനലായിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനിടയായപ്പോൾ അതിൽ ചോദ്യങ്ങളുണ്ടായി. ഈ കാര്യം ശരിയാണോ? നിങ്ങൾ അമുസ്ലിമുകളായിട്ടുള്ള അല്ലെങ്കിൽ കാഫിറുകളോട് ചെയ്യണമെന്ന് പറയുന്ന കാര്യം ശരിയാണോ? നിങ്ങൾ സയൻറ്റിഫിക്കായിട്ട് പറയുന്ന പല കാര്യങ്ങളും ശരിയാണോ? അങ്ങനെ അതിൽ മാറ്റങ്ങൾ വരുത്തി വേണ്ടേ അങ്ങനെ ചിന്തിക്കാൻ? ഈ ചോദ്യങ്ങൾ വന്നത് ആ സമൂഹത്തിൽ നിന്ന് തന്നെയാണ്. അതുമാത്രമല്ല, രാഷ്ട്രീയപരമായിട്ട് മറ്റുള്ളവർ പലരും, ഇപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് 89% ഹിന്ദുക്കളുണ്ടായിരുന്നു. ഇന്ന് 78% 2011 നമ്മുടെ സെൻസസ് അനുസരിച്ചുള്ളത്. ഇനി ഇപ്പോൾ എത്രയാകുമെന്ന് കണ്ടറിയണം. ഇത്രയൊക്കെ കുറഞ്ഞു വരുമ്പോഴും പറയുന്നത് ഇവിടെ പീഡനമുണ്ടെന്നാണ്. അതായത് 7% നിന്ന് 15% ആകുകയും 3.25 കോടിയിൽ നിന്ന് 20 കോടിയായിട്ട് അതിനെ അംഗീകരിക്കാനായിട്ട്, അതാണ് ഇവിടെ സംഭവിച്ചതെന്ന് അംഗീകരിക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ അതിന് ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ മുൻകൂട്ടി കണ്ട് മാധ്യമങ്ങളിൽ കൂടി അതുപോലെ ബുദ്ധിജീവികളിൽ കൂടി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരമുള്ള, ഇത് വളരെ പർപ്പസ്ഫുള്ളായിട്ട് അറിയാതെ വരുന്നതല്ല, തയ്യാറാക്കി, അതായത് ഈ പറയുന്ന ആൾക്കാരെല്ലാവരും, ഈ ചോദ്യങ്ങൾ ഉയർത്തുന്ന എല്ലാവരും ഒരു ഇസ്ലാമോഫോബിയയുടെ ഉണ്ടാക്കുന്നവരുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അവരെ ഡിസ്കാർഡ് ചെയ്യണം എന്ന് ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളും ഒരു വലിയ വിഭാഗം ബുദ്ധിജീവികളും ആഗ്രഹിക്കുന്നു. അതിനുള്ള ചരടുവലിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് അന്തർദേശീയമായിട്ടും ഇന്ത്യയിലും പുറത്തു വരുന്നത്. ഡോക്ടർ അബ്ദുൽ സലാം, ഈ UAE രാജകുമാരി പ്രിൻസസ് ഹിന്ദ് അൽ ഖാസിമി, അവർ ഒരു ട്വിറ്ററിലാണ് അവർ ഈ പ്രതികരണം ഉയർത്തിയത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സൗരവ് ഉപാധ്യായ എന്ന് പറയുന്ന ഒരാൾ കൊറോണ ജിഹാദ് എന്ന് നടത്തിയ ഒരു പരാമർശമാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇപ്പോൾ കുവൈറ്റ് സർക്കാരിനെ ആയാലും OIC ആയാലും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും
അതിന് നേതൃത്വം കൊടുക്കുന്നത്, അതായത് ഈ ഇന്ത്യ വിരുദ്ധ നീക്കത്തിന് നേതൃത്വം കൊടുക്കുന്നത് മലയാളികളാണ്. ഒരു മുഖംമൂടിയാണോ? എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? പിന്നെ അതിനു മുമ്പ് ഒരു ഒബ്സർവേഷൻ ഞാൻ പറയാം. ഞാൻ ഈ കേട്ടതിൽ നിന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തിളച്ചു വന്ന ഒരു കാര്യം, അതായത് ഖുറാനിൽ നിന്നും ഇസ്ലാം, ഖുറാനെ ഇൻ്റർപ്രറ്റ് ചെയ്ത കുറേ പേര് ഹദീസാക്കി, ആ ഹദീസുകൾ ഉണ്ടാക്കിയത് ചില ആൾക്കാരുടെ ഇൻട്രസ്റ്റിന് വേണ്ടി, ഇൻട്രസ്റ്റ് സെൻട്രിക് എന്ന് ഞാൻ അത് പറയും. എന്ന് പറഞ്ഞാൽ മതമൗലികവാദികൾക്ക് അനുകൂലമായിട്ട് ഹദീസുകൾ ഉണ്ടാക്കി അതിനെ മിസ്യൂസ് ചെയ്ത് മുസ്ലിമിലെ പാവപ്പെട്ട ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ അതിലേക്ക് വലിച്ചുകൊണ്ട് പോയിട്ട് ഇസ്ലാമിനെ വിടക്കാക്കുന്ന ഒരു ഗ്രൂപ്പ്. അതുപോലെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുകയാണ്, ഒടിച്ച് വ്യാഖ്യാനിച്ച് മതമൗലികവാദികളെന്ന് തന്നെ പറയും. അവർക്ക് പണം ഉണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രത്തെ പിടിച്ചെടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ആയിരിക്കാം. ഒരു സൈഡിൽ മതമൗലികവാദികൾ, മറു സൈഡിൽ രാഷ്ട്രീയവാദികൾ. ഇവർ രണ്ടുപേരും ഈ പരിശുദ്ധമായ ഈ മതം, ആ മതം എന്ന് പറയാൻ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കിയ അത് ലവിൻ്റെ മതമാണ്. സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, ലവ്, പീസ്, ടോളറൻസ്. ഈ ലവ്, പീസ്, ടോളറൻസ്, സക്കാത്ത് ഇത് എല്ലാവർക്കും കൊടുക്കണമെന്നാണ് പറയുന്നത്. പാവമായ എല്ലാവർക്കും കൊടുക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, എല്ലായിടത്തും പീസ് വേണം. മാനവികതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുറാൻ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇതിന് ആവശ്യക്കാർ, ഞാൻ പറഞ്ഞ മതമൗലികവാദികളോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ അവരുടെ കാര്യത്തിന് വേണ്ടി ഇൻ്റർപ്രറ്റ് ചെയ്ത് വലിച്ചു കൊണ്ടുപോയി പാവ ഇന്നസെൻ്റ് ആൾക്കാരെ മിസ്യൂസ് ചെയ്ത് ഇസ്ലാം എന്നുള്ള പേരിന് കളങ്കം ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇസ്ലാം ഈ പറഞ്ഞ ഫോബിയയോ അല്ലെങ്കിൽ ഹേറ്റോ ഒക്കെ അനുഭവിക്കുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അതായത് പല പ്രസംഗങ്ങളും കേൾക്കുമ്പം നമ്മൾ ഇസ്ലാം ഖുറാന് പറഞ്ഞിരിക്കുന്നതും ഇവർ പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തതാണ്. മനുഷ്യൻ്റെ മാസിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ കാര്യം നേടുന്നതിന് വേണ്ടി അവരെന്തും ചെയ്യുന്നുള്ള ഒന്ന്. രണ്ടാമത് നമ്മുടെ ആൾക്കാരാണിത് ചെയ്തു എന്ന് പറയണത്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു നല്ല കാര്യം എല്ലാവരും പറയണത് വിദ്യാഭ്യാസം കൂടുതലുള്ളത്. അതെ. പക്ഷേ ഈ വിദ്യാഭ്യാസം കൊണ്ട് നന്മകളെക്കാൾ കൂടുതൽ തിന്മകളുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. നമ്മൾ ഏത് കാര്യവും നമ്മുടെ അഡ്വാൻറ്റേജിന് വേണ്ടി നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തിയും നമ്മുടെ അറിവ് ഉപയോഗിച്ച് മതത്തിനെയല്ല ഏതിനെയായാലും മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മുടെ അഡ്വാൻറ്റേജിലേക്ക് പൈസ ഉണ്ടാക്കുന്നതിനോ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനോ വേണ്ടി ഉണ്ടാക്കുന്ന ആ നെട്ടോട്ടത്തിൽ പോകുമ്പം ഇതുപോലെയുള്ള അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങൾക്കുമൊക്കെ കടുത്ത തിരിച്ചടിയേക്കുന്നതാണ്. അല്ലാതെ മതത്തിൻ്റെ കുറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. മതം മിസ്യൂസ് ചെയ്യുന്നവരെ ഭ്രാന്തന്മാരുടെ അവരാണ് ഇതിന് ഉത്തരവാദികളെന്ന് മനസ്സിലാക്കാനും പറയാനുമാണ് എനിക്കിഷ്ടം. അല്ല, സ്വന്തം രാജ്യത്തിനെതിരെ ഈ തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ പ്രചാരണം നടത്തുക, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെടുത്ത് ക്യാമ്പയിൻ നടത്തിയിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ ഇറക്കിക്കുക, അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അത് ഞാൻ പറഞ്ഞല്ലേ, ഈ ഭ്രാന്തന്മാർക്ക് ഒറ്റ ഒബ്ജക്റ്റീവേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യമുള്ളൂ. എന്താണ്? അവൻ്റെ നേട്ടത്തിന് വേണ്ടി, മതം കൊണ്ടായാലും രാഷ്ട്രീയം കൊണ്ടായാലും ഉള്ള നേട്ടത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രൈറ്റർ പോലെ ചെയ്യുന്ന കാര്യമായിട്ടാണ് എനിക്കതിനെ തോന്നിയിട്ടുള്ളത്. ഓക്കെ, ശ്രീ ആനന്ദ ബോസ്, താങ്കളടക്കമുള്ളവർ ഒപ്പിട്ട് ഈ തരത്തിലുള്ള കത്തൊക്കെ ഇറക്കി. പക്ഷേ ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് താങ്കൾ പല തരത്തിലുള്ള പല രാഷ്ട്രീയ നേതാക്കളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്ത് തോന്നുന്നു, ഈ തരത്തിലുള്ള ഒരു ഫോബിയ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തോടുള്ള ഒരു മാനിയ ഭാരതത്തിലുണ്ടോ? എന്താണ് ഭാരതത്തിൻ്റെ, നമ്മുടെ ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെ കാഴ്ചപ്പാട്? എൻ്റെ അനുഭവത്തിൽ ഇന്ത്യ എപ്പോഴും ഒരു അമർ അക്ബർ ആൻ്റണി രാജ്യം തന്നെയായിരുന്നു. ഒരു മതത്തോടും എതിർപ്പില്ലാതെ നമ്മുടെ ബഹുസ്വരത സംരക്ഷിച്ചുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുക, രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുക, അതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ശ്രീ അലി അക്ബറുടെ പറഞ്ഞു, ശ്രീ ടി പി സെൻകുമാറും പറഞ്ഞു, ഈ പ്രവാചകൻ പറഞ്ഞ എത്രയോ നല്ല കാര്യങ്ങളുണ്ട്. ലോകത്ത് ശാന്തി പരത്താനുള്ള കാര്യങ്ങളുണ്ട്. ഞാനൊരു പണ്ഡിതനല്ല, ഒന്നിലും പണ്ഡിതനല്ല.
എന്തിനെങ്കിലും പണ്ഡിതനായിരുന്നെങ്കിൽ IAS തുടരില്ലായിരുന്നല്ലോ. എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ പറയുകയാണ്. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അയൽവാസിക്ക് പ്രയോജനം ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. ഇതുതന്നെയല്ലേ യേശുദേവൻ പറഞ്ഞതും, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇതുതന്നെയല്ലേ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരണമെന്ന്. ഇതുതന്നെയല്ലേ ഹിന്ദുമതം പഠിപ്പിക്കുന്നത്, വസുധൈവ കുടുംബകം. അപ്പോൾ എവിടെയാണ് സംഘട്ടനം, എവിടെയാണ് സംഘർഷം, എവിടെയാണ് സാഹോദര്യമില്ലായ്മ? അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായ ക്ഷണിക സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കുത്സിത ശ്രമങ്ങളുടെ ഭാഗമാണ് എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്. ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുമ്പോൾ ആദ്യം പഴയങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങയടിക്കും. അത് കഴിഞ്ഞ് കടുവാപ്പള്ളിയിൽ മുസ്ലിം പള്ളിയിൽ നേർച്ചയിടും. എന്നിട്ട് ചാവറ കുര്യാക്കോസ് പള്ളിയിൽ പോകുന്നവരാണ് സാധാരണ കേരളീയർ. അതുകൊണ്ട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ പുലരുന്നത് എത്രയോ ശതാബ്ദമായി എന്നത് കവിയുടെ മോഹമല്ല, ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയിൽ എന്നാണ് അനുഭവം എന്നെ പഠിപ്പിച്ചത്. ഇനി രണ്ടാമതൊരു കാര്യം പറഞ്ഞാൽ, ശ്രീ അലി അക്ബർ പറഞ്ഞതുപോലെയും TP പറഞ്ഞതുപോലെയും നമുക്ക് ഈ ഖുറാനിൻ്റെ നല്ല വശങ്ങൾ, മതത്തിൻ്റെ നല്ല വശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ബഹുസ്വര രാഷ്ട്രം പുരോഗതിയിലേക്ക് പോകും. അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കോ ഫണ്ടമെൻ്റലിസ്റ്റ് നെക്സസ്, അതാണ് ഈ ഇസ്ലാമോഫോബിയ തുടങ്ങിയ ഇല്ലാത്ത ഉമ്മാക്കികൾ ഉണ്ടാക്കി കാണിക്കുന്നത്. സമയം അങ്ങ് 2 മിനിറ്റ് അനുവദിക്കുമെന്നുണ്ടെങ്കിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, രാഷ്ട്രീയ പ്രേരിതമായി മതവിശ്വാസത്തിനെതിരായിട്ടുള്ള ഫോബിയ ക്രിയേറ്റ് ചെയ്യുന്നത്. തുടരാം, അങ്ങേക്ക് തുടരാം, പറയൂ. താങ്ക് യു. രാഷ്ട്രീയ പ്രേരിതമായി ഇതുപോലുള്ള മതത്തിനെതിരായിട്ടുള്ള ഫോബിയ ഉണ്ടാക്കുന്ന ഇന്നും ഇന്നലെയുമല്ല, ആനുകാലിക പ്രസക്തി ഉള്ളതുകൊണ്ട് ശബരിമലയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ആനുകാലിക പ്രസക്തി ഉള്ളതുകൊണ്ട് പറയുകയാണ്. ലെനിൻ്റെ സമയത്ത് അദ്ദേഹം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, മതം ഈസ് എ വെനേറിയൽ ഡിസീസ് എന്ന് വരെ പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ സമയത്ത് ഇതുപോലൊരു ഫോബിയ ഉണ്ടായിരുന്നു. അന്നവിടെ ഉണ്ടായിരുന്നത് ക്രിസ്തു മതമാണ്. അതുകൊണ്ട് ഫോബിയ അങ്ങോട്ടേക്കായിരുന്നു. വെറുപ്പ് സൃഷ്ടിച്ചു, വെറുപ്പൊരു രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റി. വൈദികരെ, ബിഷപ്പുമാരെ പലരെയും വെടിവെച്ച് കൊന്നു, മറ്റു പലരെയും കോൺസെൻട്രേഷൻ ലേബർ ക്യാമ്പിലേക്ക് വിട്ടു. എന്ന് മാത്രമല്ല, പള്ളികൾ പൊതു ശൗചാലയങ്ങളായി പബ്ലിക് ടോയ്ലറ്റാക്കി മാറ്റി. സ്കൂളാക്കി മാറ്റട്ടെ, ആശുപത്രിയാക്കി മാറ്റട്ടെ, നമുക്കിത് മനസ്സിലാക്കാം. നയപരമായൊരു തീരുമാനമാണ്. ശൗചാലയമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ സാനിറ്ററി പാടുമായിട്ട് ഇരുളിൻ്റെ മറവിൽ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റിൻ്റെ പിന്നിലുള്ള മ്ലേച്ഛത തന്നെയായിരുന്നു അന്നത്തെ രാഷ്ട്രീയ മ്ലേച്ഛതയും. ഇനിയും ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. സ്റ്റാലിൻ വന്നു. സ്റ്റാലിൻ ഷൂട്ടഡ് സൈറ്റ് ആയിരുന്നു. ഫയറിംഗ് ബ്രിഗേഡിനെ വെക്കുന്ന മതമേലധ്യക്ഷന്മാരെ, മതവിശ്വാസികളെ വെടിവെച്ചു വന്നു. അതിനുശേഷം ക്രൂഷേവ് വന്നു. ക്രൂഷേവ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ വീട്ടിൽ മകനോട് മതം പറഞ്ഞാൽ അത് കുറ്റകരമാക്കി മാറ്റി. വിശ്വാസത്തിനെതിരെ ഇതുപോലുള്ള ഫോബിയ ക്രിയേറ്റ് ചെയ്യുന്നത് ഭരണാധികാരി രാഷ്ട്രീയ പ്രേരിതമായി നടന്നിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നതും അത് തന്നെയാണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഇസ്ലാമിനെ വെറുക്കുന്ന ഒരു സംസ്കാരമില്ല. അപൂർവം ചിലർ, ഞാൻ ജിഹാദികൾ എന്ന് പറയുന്നില്ല, ഈ ഫണ്ടമെന്റലിസ്റ്റ് ടെററിസ്റ്റ്, അവരിൽ നിന്ന് പണം ഈടാക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയക്കാരും ചേർന്നുള്ള പൊളിറ്റിക്കോ ഫണ്ടമെന്റലിസ്റ്റ് നെക്സസ്, അവരെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൂട്ടുപിടിച്ച ചെയ്യുന്നതാണ്. അതും മലയാളികൾ, വിദേശത്തുള്ള മലയാളികൾ ഇതിൽ പെട്ടുപോയി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കഷ്ടം എന്നേ പറയാറുള്ളൂ. യേശുദേവൻ കുരിശിൽ കിടന്ന് പറഞ്ഞതുപോലെ ഇന്ത്യക്കെതിരെ നീങ്ങുന്ന, നമ്മുടെ രാജ്യത്തിനെതിരെ വിദേശ രാജ്യത്ത് പോയി നീങ്ങുന്നവരെ കുറിച്ച് പറയാനുള്ളത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് മാത്രമാണ്. യാതൊരു ന്യായീകരണവും ഇതിനില്ല. ഇസ്ലാമോഫോബിയ is a myth. It's not a reality. It's a political ploy meant to destroy the credibility of this nation, the progress of this nation. ഇതാണ് എനിക്ക് പറയാനുള്ള എളിയ അഭിപ്രായം. ഓക്കെ, അങ്ങനെയൊക്കെ വീണ്ടും വരാം. അഡ്വക്കേറ്റ് TG മോഹൻദാസ്, താങ്കൾ ഈ അഭിപ്രായങ്ങളെല്ലാം താങ്കൾ കേട്ട് കാണും. ഇതിൻ്റെ പിന്നിൽ നിഴലിക്കുന്നത് അന്ധമായ മോദി വിരോധം തന്നെയല്ലേ? കാരണം ഇതിനകത്ത് ഈ പ്രസ്താവനകളുടെ കൂട്ടത്തിൽ വന്ന ഒരു പ്രസ്താവന മലേഷ്യയുടെ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദിൻ്റെ ആയിരുന്നു.
കാശ്മീരിൽ ഇന്ത്യ നിയമവിരുദ്ധമായി കടന്നു കയറി എന്ന ആരോപണമാണ് ഈ മഹാത്മ മുഹമ്മദ് മുന്നോട്ട് വെച്ചത്. അപ്പം ഇതിൽ നിന്നുള്ള വ്യക്തമായ ഒരു സൂചന ഭാരതത്തിൻ്റെ വിഭജനമാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്നാണ്. എങ്ങനെ കരുതുന്നു? ഭാരതത്തിൻ്റെ വിഭജനം മാത്രമല്ല, ദ ടോട്ടൽ ഇസ്ലാമൈസേഷൻ ഓഫ് ദ ഗ്ലോബ്, ലോകത്തെ ഭൂമിയെ മൊത്തം ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളതാണ് ആ തത്വശാസ്ത്രം. അതിന് ഒരല്പം വളം വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ പൊതുവെ പെരുമാറാറുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആനന്ദബോസ് സാർ പറഞ്ഞില്ലേ, ഈ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ ഉടച്ചിട്ട് പിന്നെ നേരെ വടക്ക് പാളയത്ത് പോയിട്ട് മോസ്കിൽ നിസ്കരിക്കുകയോ അല്ലെങ്കിൽ ചർച്ചിൽ മുട്ടുകുത്തി കുരിശ് വരയ്ക്കുകയോ ചെയ്യുന്ന ആള്. ഒരു കാര്യം ആനന്ദബോസ് സാറെ, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അയാൾ ഹിന്ദു ആയിരിക്കും. ഒരു സംശയമില്ല. ക്രിസ്ത്യാനി മുസ്ലിം അത് ചെയ്യില്ല. സാർ അത് പ്രതീക്ഷിക്കുകയും വേണ്ട. ഇനി ഏതെങ്കിലും മുസ്ലിം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ പേര് സാറ് പുറത്തു വിടരുത്. 24 മണിക്കൂറിന് അവൻ്റെ കഴുത്തി എത്തിക്കളയും. പാളയത്ത് ഇവിടെ കിഴക്കേക്കോട്ട ഗണപതി അമ്പലത്തിൽ തേങ്ങ ഉടയ്ക്കുന്ന മുസ്ലിം ദാ നിൽക്കുന്നു എന്ന് സാറ് കാണിച്ചാൽ വിതിൻ 24 hours അയാളുടെ കഴുത്ത് വെട്ടും. നമ്മൾ ഈ പയസ് പ്ലാറ്റിറ്റ്യൂഡ്സ് പറഞ്ഞിട്ട് എങ്ങും എത്തില്ലല്ലോ ആനന്ദബോസ് സാർ. എല്ലാ മതവും തുല്യമാണ്. തുല്യമല്ല സാർ. എല്ലാ കാലത്തും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഐക്യത്തോടെ ജീവിച്ചു. എൻ്റെ ദൈവമേ, ഏത് കാലത്ത്? ബ്രിട്ടീഷുകാരുടെ കാലത്തോ അതോ അതിനു മുമ്പുള്ള മുഗളന്മാരുടെ കാലത്തോ അതിനു മുമ്പുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഇവരുടെ കാലത്ത് ഇസ്ലാം ഇവിടെ വരുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികൾ 4 or 5 പേര്, ഈ നസ്രാണികൾ എന്നറിയപ്പെടുന്ന നന്മ നിറഞ്ഞ കുറച്ച് പേരൊക്കെ ഉള്ള കാലത്ത് വല്ലതും ഈ പറഞ്ഞത് നടന്നിരിക്കും. അതിനുശേഷം GK ആലോചിച്ച് നോക്ക്, ആദ്യമായിട്ട് ചട്ടമ്പിസ്വാമിയാണ് ക്രിസ്തുമതച്ഛേദന എഴുതുന്നത്. വർഷം എത്രയായി? അതെ, അന്നും IPC നിലവിലുണ്ട്. എനിക്ക് അത്ഭുതം ഇതാണ്, ഞാൻ IPC 295 ആയ മനുഷ്യനാണ്. മതനിന്ദ നടക്കട്ടെ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നിന്ദിക്കത് തെറ്റെന്താന്നേ? എനിക്ക് അലി അക്ബറിനെയും എൻ്റെയും മതത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അത് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ നടക്കണം. ഇത് ചട്ടമ്പിസ്വാമി ആദ്യമായിട്ട് ചെയ്തു, ക്രിസ്തുമതച്ഛേദനം. അന്ന് IPC ഉണ്ട്, പക്ഷേ എന്തുകൊണ്ടോ ചട്ടമ്പിസ്വാമി അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. ബ്രിട്ടീഷ് ഭരണം ആയതുകൊണ്ടായിരിക്കാം. ഇന്നാണെങ്കിൽ ഉറപ്പായിട്ട് ഈ പാനലിലിരിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നു, ഇന്ന് ക്രിസ്തുമതച്ഛേദന ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുതി കഴിഞ്ഞാൽ സുഖമായിട്ട് അകത്ത് പോകില്ല. പിണറായി വിജയൻ എടുത്ത് അകത്തിടുകയില്ലേ? ടു ഷോ ഹിസ് ലോയൽറ്റി ടു ഹിസ് ക്രിസ്ത്യൻ ചർച്ച്. ഈ രീതിയിൽ നമ്മുടെ സമൂഹം കൂടുതൽ ഒരുതരം ഫണ്ടമെന്റലിസ്റ്റ് അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ആനന്ദബോസ് സാറ് പറഞ്ഞ എല്ലാവരും തുല്യരായിട്ട് സ്നേഹിക്കുക എന്നൊക്കെ എഴുതി വെച്ചിരുന്നു നാരായണ ഗുരു എല്ലാം എന്നുള്ളതല്ലാതെ ആരും അത് ഫലത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവന്നിരുന്നില്ല. കാരണം നമ്മളെല്ലാവരും സഹോദരന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ പോരല്ലോ. സെൻകുമാർ സാർ സമ്മതിക്കണ്ടേ? നീ എൻ്റെ സഹോദരനെ അല്ലടാന്ന് സെൻകുമാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എൻ്റെ സ്ഥിതി? ഇതാണ് നമ്മൾ എത്ര വിശ്വംഭവത്യേക നീടം ലോകാസമസ്ത സുഖിനോ ഭവന്തു, ലോകമേ തറവാട്. തറവാട് സമ്മതിക്കുന്നില്ല നീ താവഴിയാണെന്ന്. നീ കീർത്തപ്പെട്ടവൻ കാണുന്നിടത്ത് വെച്ച് വധിക്കണമെന്ന് എഴുതിയിരിക്കുകയാണ്. അവരുടെ പെടലി വെട്ടുക, അവരുടെ വിരലുകൾ ചതയ്ക്കുക, ഇതൊക്കെ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുക. ഞാൻ പറയുകയാണ് അദ്ദേഹം എൻ്റെ സഹോദരനാണെന്ന്. അദ്ദേഹം പറയുന്നു നിന്റെ കഴുത്ത് ചെത്തണമെന്ന്. ഇതെങ്ങനെ മാച്ചാവും? എനിക്കറിഞ്ഞുകൂടാ. നാരായണ ഗുരു എഴുതിയിട്ടില്ലേ, കരുണാവാൻ നബി മുത്തുരത്നമോ, അനുകമ്പാ ദശകത്തിൽ അദ്ദേഹം എഴുതിയതാണ്. പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. ഇതാണ് നമ്മുടെ സുനിൽ പിള്ളയുടെ ഒക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത്, നാരായണ ഗുരു ഇസ്ലാമിനെ പുകഴ്ത്തിയെന്ന്. ഇപ്പോൾ കുറച്ചു മുമ്പ് സെൻകുമാർ സാർ പറഞ്ഞല്ലോ, നാരായണ ഗുരു സമാധിയായത് 1928 നാരായണ ഗുരുവിനെ അറിയാവുന്ന ഭാഷ 3 മലയാളം, സംസ്കൃതം, തമിഴ്. ഈ 3 ഭാഷയിലും അന്ന് ഖുറാൻ വായിക്കാൻ കിട്ടിയില്ല. നാരായണ ഗുരു സമാധിയാകുകയും ചെയ്തു. ഏതായാലും ഖുറാന്റെ മലയാളം തർജ്ജിമ വന്നത് 63 സെൻകുമാർ സാർ പറയുന്നു. എൻ്റെ അറിവിൽ 1971 കായംകുളത്തെ ഒരു മൗലവിയാണ് ട്രൈ ചെയ്തത്. അത് ഇടയ്ക്ക് വെച്ച് നിർത്തിച്ചു. പിന്നീട് അതിനുശേഷം NBS ഒക്കെ വന്നു കഴിഞ്ഞാണ് ഖുറാൻ ഇറങ്ങുന്നത്. ഞാനിത് ഇപ്പോഴല്ല, 10-21 വർഷം മുമ്പ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ SIO അവരുടെ സമ്മേളനത്തിൽ എന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. മാധ്യമത്തിൻ്റെ പത്രാധിപർ അബ്ദുറഹ്മാനും ഉണ്ട്. അവിടെ ഞാൻ പറഞ്ഞു, ഇന്ന പ്രശ്നം നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, ഒന്നുകിൽ അത് എടുത്ത് കളയണം, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെങ്കിലും ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഇവിടെ ജീവിക്കുകയില്ല, ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിത്തെറിയാകുന്നു.
ഒ അബ്ദുറഹ്മാൻ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു മോഹൻദാസ് വായിച്ചത് റിയൽ ഖുറാൻ അല്ല. രണ്ടാമത് സംസാരിക്കാൻ എനിക്ക് അവസരവുമില്ല, കാരണം വാഗ്വാദമല്ലല്ലോ, 2 പ്രസംഗങ്ങളാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞത് മുഖവിലേക്ക് എടുത്തു. എൻ്റെ കയ്യിൽ ഇന്ന് 7 ഖുറാനുണ്ട്. സൗദി അറേബ്യ, അതാണല്ലോ മക്കയൊക്കെ ഇരിക്കുന്ന സ്ഥലം, അതെ, ആ സ്ഥലത്ത് വായിക്കപ്പെടുന്ന ഇംഗ്ലീഷ് ഖുറാൻ പാകിസ്ഥാനിൽ 1934 പ്രസിദ്ധീകരിച്ചിട്ട് ഇന്ന് സൗദി അറേബ്യയിൽ ഫോളോ ചെയ്യുന്ന ഖുറാനാണ്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് തന്നു. അതിലും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അതിലും വലിയ ഏത് ഖുറാനാണ് ഒ അബ്ദുറഹ്മാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇതിലൊന്നും വഴക്കിട്ടിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിക്കാനും പോയില്ല, കാരണം നമുക്കറിയാമല്ലോ എന്താ സംഭവിക്കുന്നത്. അതുകൊണ്ട് സർവമത സാഹോദര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുക്കൾ മാത്രം പാലിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആനന്ദബാബു സാറും കൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഒരു പ്രൈവറ്റ് ബസ്സിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു പടം, മെക്കയുടെ ഒരു പടം, ഗുരുവായൂരപ്പൻ്റെ ഒരു പടം, ഇത് 3ഉം കൂടി വെച്ചിരിക്കുന്നു. ആ ബസ്സിന്റെ ഓണർ ആരായിരിക്കും? GK പറ, സത്യസന്ധമായിട്ട് പറഞ്ഞു. അതെ, അത് ഹിന്ദു മാത്രമേ ഹിന്ദു അല്ലേ ആകുള്ളൂ, ഹിന്ദു മാത്രമേ ചെയ്യുള്ളൂ. ക്രിസ്ത്യാനിയുടെ ബസ്സിനകത്ത് യേശുക്രിസ്തുവിൻ്റെയോ കുരിശിൻ്റെയോ പടം ഉണ്ടാകും. മുസ്ലിം ആണെങ്കിൽ ബെക്കയുടെ വയ്ക്കും, അല്ലെങ്കിൽ 786. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാമല്ല, ഏതായാലും അതെന്തോ ഒരു ഐശ്വര്യത്തിൻ്റെ സാധനമാണെന്ന് വിചാരിക്കുന്നു, അത് വയ്ക്കും. ഇത് 3ഉം കൂടെ വയ്ക്കണമെങ്കിൽ കണ്ണ് മടച്ച് നമുക്ക് പറയാം ഇയാൾ ഹിന്ദു ആയിരിക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അലി അക്ബറിനെ പോലെ പ്രൊഫസർ അബ്ദുൽ സലാമിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ വരണം. വെറുതെയാണോ അലി അക്ബർ ബസ് മേടിക്കാതെ ഇങ്ങനെ നടക്കുന്നത്? ബസ് മേടിച്ച് അദ്ദേഹം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ തലയ്ക്ക് കൂടുതൽ വിലയാകും. തന്നെ എനിക്ക് അദ്ദേഹത്തെ ചൊല്ലി വലിയ വേവലാതിയുണ്ട്. ഈ പറയുന്ന ഒരു ഹിന്ദുവും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വരിക, അതാണ് ഹിന്ദുവിന്റെ ഒരു പ്രത്യേകത. ഹിന്ദുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളെ തല്ലാൻ നേരത്ത് ഹിന്ദുവിനെ കാണുന്നില്ല, അവൻ ആദ്യം ഓടിക്കളയും. പലായന സ്വഭാവം കൂടെ ഹിന്ദുവിന്റെ പരാജയത്തിന് ഒരു കാരണമാണ്. ഹിന്ദു പരാജയപ്പെട്ടതിന് മറ്റു മതങ്ങൾ മാത്രം ഞാൻ കുറ്റം പറയില്ല, ഹിന്ദുവിന്റെ കുറ്റം ഇതിൽ കൂടുതലുണ്ട് ലിസ്റ്റ്. അത് പിന്നെ ഇരിക്കട്ടെ, അത് ചർച്ചാ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അല്ല TG, അതിനേക്കാൾ വലിയ പ്രശ്നം ഇപ്പോൾ അലി അക്ബർ ഫേസ് ചെയ്യാൻ പോവാണ്. ഇന്ത്യ ഇസ്ലാമികവൽക്കരിക്കാൻ നടക്കുന്ന ഒരു ഭാഗം മുസ്ലിങ്ങളും ഇന്ത്യയെ ക്രൈസ്തവവൽക്കരിക്കാൻ നടക്കുന്ന ഒരു ഭാഗം ക്രിസ്ത്യാനികളും. അലി അക്ബർ ആരുടെ കൂടെ നിൽക്കും? ഭാര്യ ക്രിസ്ത്യാനിയാണ്. വലിയ പ്രതിസന്ധിയിലേക്കാണ് അലി അക്ബർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ശ്രീ അലി അക്ബറിന്റെ കൂടെ വായിച്ചിരിക്കേണ്ടതാണ്. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് കോഴിക്കോട്ട് ഇറക്കിയ 2 വോളിയംസ് ഉണ്ട്, ഖർദാവിയുടെ ഫത്വകൾ. ആര്? യൂസഫുൽ ഖർദാവി, അതായത് മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ആചാര്യൻ. അദ്ദേഹം ഖത്തറിലാണ് താമസം, ഇപ്പോൾ വളരെ പ്രായമായി. അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരുമെന്നറിഞ്ഞു. അതറിഞ്ഞിട്ട് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് മതപ്രസംഗം പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കെട്ടുമായിട്ട് ഞാൻ വൃദ്ധനായതുകൊണ്ട് ഞാൻ RV ബാബുവിനെയും കൂട്ടി അവിടെ പോയി അത് മുടക്കി. അന്ന് DGP നമ്മുടെ ജേക്കബ് ന്യൂസ് ആയിരുന്നു എന്നാണ് എൻ്റെ. അത് വേറൊരു കാര്യം. ആ മനുഷ്യൻ എഴുതിയ ഫത്വകൾ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട്. ആ ഫത്വകൾ ദയവ് വായിക്കണം. അദ്ദേഹത്തിൻ്റെ ഭാവി യൂസഫുൽ ഖർദാവി എഴുതിയത് അതിനകത്ത് കാണാം. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, നിരീശ്വരവാദികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം. പല നിരീശ്വരവാദികളും ധരിക്കുന്നത് അവർക്ക് സ്വർഗരാജ്യമാണ്, അവർ ഒരു മതവുമായിട്ട് ബന്ധമില്ല. അങ്ങനെയൊന്നുമല്ല. അവരെ ആയിരിക്കും ആദ്യം വെട്ടിക്കൊല്ലുന്നത്. നിരീശ്വരവാദിയാ. മറ്റവന് ഈശ്വരനെങ്കിലും ഉണ്ട്, തെറ്റിപ്പോയെന്നേ ഉള്ളൂ. മതം മാറാനൊരു സാധ്യതയുള്ളൂ. ഇവന് മതമേ ഇല്ല, അപ്പൊ ഇവനെ ആദ്യം കൊല്ലണ്ടേ. ഇതാണ് നിരീശ്വരവാദിക്ക് വരാൻ പോകുന്ന ഗതികേട്. ഇത് ഖർദാവിയുടെ ഫത്വ. ഇതിലും വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട്. GK അറിയാമല്ലേ? ദേവബന്ദ് യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. ദേവബന്ദ് ഇസ്ലാം, ദേവബന്ദ് യൂണിവേഴ്സിറ്റി, ദാറുൽ ഉലൂം ദേവബന്ദ്. ഈ ദേവബന്ദ് യൂണിവേഴ്സിറ്റിയുടെ ഫത്വ ഏതിനെ പറ്റി എന്നറിയാമോ? നമ്മൾ നിസ്കരിക്കുമല്ലോ, മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പോൾ വയറ് അമങ്ങും. ഈ വയറ് അമങ്ങുമ്പോൾ, പലതവണ വയറ് അമങ്ങുമ്പോൾ മനുഷ്യൻ്റെ ഫിസിയോളജിക്കലാണ്, നമ്മളുടെ അന്നനാളത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് എയർ പോകും. ഇങ്ങനെ എയർ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അവരുടെ ഒരു ഫത്വ. ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫത്വയാണ് ദാറുൽ ഉലൂം ദേവബന്ദ്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതൊക്കെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അപാരമായ സംഗതിയാണ്.
അതേസമയം നമ്മൾ സിവിലൈസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ പ്രൊഫസർ അബ്ദുൽ സലാം ഈ പാനലിലുണ്ടല്ലോ, സിവിലൈസ്ഡ് ആയിട്ടുള്ള മുസ്ലിങ്ങളോട് ചോദിച്ചു നോക്കൂ, അവർ പറയും ഈ നടക്കുന്നതൊന്നും ശരിയല്ല. പക്ഷേ ഇസ്ലാമിൻ്റെ അധീശത്വം അവരുടെ കയ്യിലല്ല. നിർഭാഗ്യവശാൽ പ്രൊഫസർ അബ്ദുൽ സലാം നിസ്സഹായനാണ്, അലി അക്ബർ നിസ്സഹായനാണ്. അവരൊന്നും വിചാരിച്ചാൽ ഞാൻ മുസ്ലിമാണ് ഞാൻ കേൾക്കില്ല. ഈ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കുണ്ടല്ലോ മഹറോൻ ചൊല്ലി പുറത്താക്കുക. ഇസ്ലാമിൽ മഹറോൻ ചൊല്ലലോ ചടങ്ങോ ഒന്നുമില്ല, ഓട്ടോമാറ്റിക്കലി പുറത്താ. മഹല്ല് കമ്മിറ്റി കൂടി പുറത്താക്കും. ഇതാണ് യാഥാർത്ഥ്യം. ഈ മഹല്ല് കമ്മിറ്റിയുടെ താടിയും തലക്കെട്ടും വെച്ച ആളുകളാണ് യഥാർത്ഥ ഇസ്ലാം. ബാക്കി ഇവരൊക്കെ സാധുക്കളാണ്, അലി അക്ബർ ആണെങ്കിലും അബ്ദുൽ സലാം ആണെങ്കിലും. അതുകൊണ്ട് ഒരു റിസ്ക് എടുത്ത് അവരിങ്ങനെ സംസാരിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ റിസ്ക് ആരും എടുക്കുന്നതല്ല. അതുകൊണ്ട് എനിക്ക് ഈ രണ്ട് പാനലിസ്റ്റുകളോടും എനിക്ക് വലിയ ബഹുമാനവും ഉണ്ട്. ഓക്കെ അങ്ങനെയൊക്കെ വീണ്ടും വരാം. ശ്രീ അലി അക്ബർ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കൻവാൽ സിബൽ എന്ന് പറയുന്ന പഴയ വിദേശകാര്യ സെക്രട്ടറി, അദ്ദേഹം എഴുതിയൊരു ലേഖനം ഇതേക്കുറിച്ച് വന്നിരുന്നു. ഈ ഇസ്ലാമോഫോബിയ എന്ന സംഭവം വന്നതിന് ശേഷം അദ്ദേഹം എഴുതിയതാണ്. ഒരു പക്ഷേ ഭാരതത്തിൽ ഹിന്ദുക്കളായിരുന്നില്ലെങ്കിൽ ഭാരതത്തിലെ ഹിന്ദുക്കളുടെ ക്ഷമയും അവരുടെ സ്വത്വവുമാണ് ഈ തരത്തിലെ ഒരു ഇസ്ലാമോഫോബിയ ഇന്ത്യയിൽ ഉണ്ടാകാതിരിക്കാൻ കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം വിഭജനത്തിൻ്റെ കാലത്ത് 2 ലക്ഷത്തോളം ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. 2 മില്യൺ 20 ലക്ഷം, 1.4 മില്യൺ, അതാണ്ട് 14 ലക്ഷത്തോളം പേര് അഭയാർത്ഥികളായി, ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി. എന്നിട്ടും ഭാരതം ഈ മുസ്ലിങ്ങളെ ഒരമ്മ പെറ്റ സഹോദരന്മാരെ പോലെ സ്വീകരിക്കുകയും അവരെ ഇവിടെ ഒരേ രീതിയിൽ തന്നെ കാണുകയും എല്ലാ അധികാര സ്ഥാനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ടും ഇവിടെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാദം ഉയർത്തുന്നതിൻ്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ പിന്നിൽ വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എങ്ങനെ കാണുന്നു അങ്ങ്? തീർച്ചയായിട്ടും അത് തന്നെയാണ്, വിഭജനത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് മൊത്തത്തിൽ. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മോദിയാണ് ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഏറ്റവും വലിയ വിരോധി. മോദി അല്ല, സത്യത്തിൽ RSS ആണ്. ആ RSSൻ്റെ ഏറ്റവും വലിയ മുഖമാണ് മോദി. അപ്പോൾ ആ മോദി എന്ന് പറയുന്നത് ഇല്ലാതാവുക എന്നുള്ളത് ഇവരുടെ ഇസ്ലാമിസ്റ്റുകളുടെ വലിയൊരു സ്വപ്നമാണത്, മോദി ഇല്ലാതാവുക എന്നുള്ളത്. അതിനുവേണ്ടി എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഹൈന്ദവരെ ഇസ്ലാമികവൽക്കരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണവും ഈ പറയുന്ന RSSൻ്റെ വളർച്ചയാണെന്ന് ഇസ്ലാമിസ്റ്റുകൾക്ക് നന്നായിട്ട് അറിയാം. പണ്ടത്തെ പോലെ ഇപ്പോൾ പെട്ടെന്ന് കയറി അങ്ങ് മതം മാറ്റൽ നടക്കുന്നില്ല. കാരണം RSS സംഘപരിവാർ സംഘടനകൾ ഇതിന് വളരെയധികം ശ്രദ്ധാപൂർവം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ശരിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇല്ലാതാവേണ്ടുന്ന ഒരു ഘടകം RSS ആണ്. RSS ഘടകം ഇല്ലാണ്ടാവണമെങ്കിൽ മോദിജിയൊക്കെ ഇല്ലാണ്ടാവണം, അല്ലാതെ മാർഗമില്ല. കാരണം ഈ രാജ്യം കുറച്ചു കാലം കൂടി ഇങ്ങനെ മോദിജി ഭരിക്കുകയാണെങ്കിൽ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് അസ്തമിക്കാൻ പോകുന്നത്. ഇനി ഒരിക്കലും ആ ഭരണചക്രം തിരിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നൽ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാർക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഇനി കേന്ദ്രത്തിൽ നിന്ന് ഭരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ഇവിടെ നടപ്പാക്കാൻ പറ്റും, ഞങ്ങളുടെ വിദ്യാഭ്യാസ രീതി നടപ്പാക്കാൻ പറ്റും എന്നുള്ള ആ ചിന്തകൾ ഇപ്പം ഇങ്ങനെ മങ്ങി വരുമ്പോൾ എങ്ങനെയെങ്കിലും ഈ ഗവൺമെൻറ്റിനെ പിടിച്ച് പുറത്താക്കുക. ആ പുറത്താക്കിയാലേ രക്ഷയുള്ളൂ. കോൺഗ്രസ്സുകാരാകുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പുസ്തകങ്ങൾ എങ്ങനെ വേണമെങ്കിലും 5 വയസ്സുള്ള കുട്ടിക്ക് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കൊല്ലണം എന്ന് ഉത്തരം എഴുതാവുന്ന പുസ്തകങ്ങൾ ഇറക്കാം. അതേപോലെ തന്നെ എന്ത് മതഭ്രാന്തും വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവരാം കോൺഗ്രസ്സുകാർ ഭരിക്കുകയാണെങ്കിൽ. കാരണം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ്, എന്തിനാണ് പിണറായി വിജയൻ ഭരിക്കുകയാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഈ അടുത്ത കാലത്ത് ഈ ഇതേപോലെ മതം മാറ്റാൻ വേണ്ടിയിട്ട് റേപ്പ് ചെയ്ത 2 കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടതാണ്. ഒന്ന് ഇപ്പോഴും ഉണ്ട്, ആ പയ്യനെ അറസ്റ്റ് ചെയ്ത് വിട്ടുപോയില്ല, കാസർഗോഡ്. ആ കുട്ടി എന്നെ വിളിച്ചു, 17 വയസ്സുള്ള കുട്ടിയാണ്. 17 വയസ്സുള്ള കുട്ടിയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോക്സോ നിയമപ്രകാരം കേസെടുക്കേണ്ടത്. ആദ്യം ഈ കുട്ടി കൊടുത്ത മൊഴി പോലും പോലീസുകാരൻ തിരുത്തി 18 വയസ്സാക്കി. ആ അർത്ഥത്തിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കുറച്ച് വോട്ട് ഉണ്ടാക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് പിണറായി വിജയൻ സഖാവിനും വേറെ ഒരു ലക്ഷ്യം ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഇപ്പം ഇവിടെ തന്നെ ഈ നമ്മുടെ രോഗികളായിട്ട് വന്ന അവിടെ ഡൽഹിയിലെ മീറ്റിങ്ങിൽ പങ്കെടുത്ത മുസ്ലിങ്ങളുടെ പേര് പറയാൻ
തയ്യാറായില്ലല്ലോ. അല്ല, എണ്ണം പറഞ്ഞിട്ടില്ല. 283 പേര് മിസ്സിംഗ് ആണെന്നാണ്. അതെ, എണ്ണം പറഞ്ഞിട്ടില്ല. 283 പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് മറച്ചു വെക്കുക. ഇത്തരം ഈ വോട്ടിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിനെ ആണെങ്കിലും ശരി, PDPനെ ആണെങ്കിലും ശരി, NDFനെ ആണെങ്കിലും ശരി, ഇവരെ സംരക്ഷിച്ചുകൊണ്ട് തഴുകിക്കൊടുത്തുകൊണ്ട് അത്തർ പൂശിക്കൊണ്ടിട്ടുള്ള ഒരു നിലപാടുണ്ട്. അത് കോൺഗ്രസ്സുകാരും ഈ കമ്മ്യൂണിസ്റ്റുകാരും ഒരുപോലെയാണ്. അവരുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലും അവരറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഘടകമാണ് ഇന്ത്യയിൽ 70 കൊല്ലം ഭരിച്ചത് ആരാണെന്ന് നമുക്കറിയാം. അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രീണനത്തിൻ്റെ ഫലമാണ്. ആ പ്രീണനം കൊണ്ടുണ്ടായിട്ടുള്ള ഉയർച്ച ഇനി കിട്ടില്ല എന്നൊരു ബോധമുണ്ട്. പണ്ടത്തെ പോലെയല്ല. ഇപ്പം എല്ലാവരും ഈ നവമാധ്യമങ്ങൾ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നെടുത്തു തുടങ്ങി, എല്ലാ എവിഡൻസും പുറത്തേക്ക് വന്നു തുടങ്ങി. അപ്പോൾ പണ്ടത്തെ പോലെ കാര്യങ്ങൾ ഇനി നടക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇന്ത്യയിൽ ഒരു എന്താണ് മുസ്ലിങ്ങളെ മറ്റേ RSSനെതിരാക്കി മാറ്റുക, എന്നിട്ട് ഇവിടെ ഒരു ആക്രമണം ഉണ്ടാക്കുക. ആ ആക്രമണം നടന്നു കഴിഞ്ഞിട്ട് ഇപ്പം സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ എന്താ പറഞ്ഞ നേരത്തെ നമുക്ക് രജിസ്റ്റർ പേര് വെച്ചിട്ടുണ്ട്, പേര് പറയരുത്, അച്ഛൻ്റെ പേര് പറഞ്ഞാൽ അച്ഛൻ്റെ പേര് പറയുന്നത് CAA കാര്യത്തിൽ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പം അതേ CPM ആണ് പറയുന്നത് മൈസൂർ നിന്ന് ഇങ്ങോട്ട് കയറണമെങ്കിൽ ഞങ്ങളുടെ ചീട്ട് വേണം, അല്ലാതെ കയറാൻ പറ്റില്ലെന്ന്. ആലോചിക്കണം. ഏത് എങ്ങനെയെങ്കിലും സ്വന്തം വീട്ടിലേക്ക് വരാൻ വേണ്ടി കിടന്നോ എവിടെ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന ജനങ്ങൾ ബോർഡറിൽ വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ ലിസ്റ്റ് കിട്ടിയാലേ ഞങ്ങളുടെ പെർമിറ്റ് കിട്ടിയാലേ അകത്ത്. അതേപോലെ രോഹിംഗ്യനാണെങ്കിലോ, രോഹിംഗ്യകൾ വന്നാൽ നിങ്ങൾ കയറിക്കോളൂ, ഒരു പ്രശ്നവുമില്ല. ഈ മതപരമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഈ മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്തുക. ക്രിസ്ത്യാനികൾ പഠിച്ചുവിട്ടപ്പം പഴയ ക്രിസ്ത്യാനികളൊന്നുമല്ല, ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി ഇത് ഞങ്ങളെ ഈ സൂപ്പിച്ച് നിർത്തിയിട്ട് അവസാനം ഞാൻ ക്രിസ്ത്യാനിയോട് ചോദിക്കാറുണ്ട്, ഇന്ന് എത്ര ക്രിസ്ത്യൻ രാജ്യങ്ങളുണ്ട് അവശേഷിക്കുന്നത്? ഒക്കെ മുസ്ലിം രാജ്യങ്ങളായി. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ യേശുവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മുഹമ്മദിലേക്കുള്ള ദൂരം വളരെ കുറച്ചേ ഉള്ളൂ, എളുപ്പം ഞങ്ങൾക്ക്. നിങ്ങൾ ഹിന്ദുക്കളെ മാറ്റി കൺവേർട്ട് ചെയ്ത് അവിടെ വരെ കൊണ്ടുപോകാം, ബാക്കി ഞങ്ങളായിക്കോളാം. ഇതാണ് സ്ഥിതി. അവസാനം എല്ലായിടത്തും ഈ ക്രിസ്ത്യാനിറ്റി പോലും തകർന്ന് തരിപ്പണമായിട്ട് അവസാനം വന്ന് അവിടെ ഈ പറയുന്ന ജിഹാദിസം കയറി ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്ന ലോകം മുഴുവൻ അത് ഉദ്ദേശം അത് തന്നെയാണ്. ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരണം. ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന പെണ്ണുങ്ങളെ ചങ്ങലക്ക് ഇട്ടിട്ട് തൂക്കി വിൽക്കാം, എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ എന്താണ് കൊടുക്കാനുള്ള സ്വപ്നം? 72 ഊറികളാണ്, മലമൂത്ര വിസർജനം ചെയ്യാത്ത 72 പെണ്ണുങ്ങൾ. ഈ ഒരു സ്വപ്നം വിറ്റുകൊണ്ട് സ്വപ്നം ഭയം, അപ്പുറത്ത് ഭയവും സ്വപ്നവും ഭയവും. ഒരു വശത്ത് ഈ 72 പെണ്ണുങ്ങളും ഈ ദിവസവും ബിരിയാണിയും ഫ്രൈഡ് റൈസും ഇറച്ചിപ്പത്തിരിയും മറ്റേ ഇങ്ങനെ ഭക്ഷണം സുഖിക്കുക, മറുവശത്ത് ഭയങ്കര നരകം. ഈ ഇങ്ങനെ മിഠായി മതങ്ങളാണ് ഇതൊക്കെ. നമ്മളൊക്കെ പണ്ട് പറയുമല്ലോ, മറ്റേ അടങ്ങി ഒതുങ്ങി നിന്നാൽ മിഠായി തരാട്ടോന്ന്. ഇങ്ങനെ അടങ്ങി ഒതുങ്ങി തരാൻ വേണ്ടി മിഠായി ആയിട്ട് 72 പെണ്ണുങ്ങളെ വെച്ചിട്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? സമൂഹം മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സമൂഹം മാറുന്നത് ഈ നേതാക്കൾ അറിയുന്നില്ല, അവരിപ്പോഴും അവിടെയാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഹിന്ദുക്കളുടെ സന്മനസ് ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനൊന്നും ഈ പേര് വെച്ച് നടക്കില്ലായിരുന്നു. സത്യമാണ്. എത്ര കൊടുത്തു, എത്ര കൊണ്ടു, ചതച്ചരച്ച് കളഞ്ഞിട്ടും ക്ഷേത്രങ്ങൾ തകർത്തിട്ടും ബിംബങ്ങൾ പീസാക്കിയിട്ടും 1921 ബലാത്സംഗത്തിൻ്റെ പൂരം നടത്തിയിട്ടും അവർ ഇന്നും ഈ മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അന്ന് കൊണ്ടോട്ടി തങ്ങൾ മാത്രമാണ് ഈ ഹിന്ദുക്കൾ, കൊണ്ടോട്ടി തങ്ങൾമാർ മാത്രം ഹിന്ദുക്കളുടെ കൂടെ നിന്നു. ബാക്കിയൊക്കെ ഈ പറയുന്ന ഗതി കിട്ടാതെ ഓടുന്ന ഹിന്ദുക്കളെ മുഴുവൻ അവിടെ ഇവിടെയും പിടിച്ചു നിർത്തി റേപ്പ് ചെയ്തു, തലവെട്ടി പുഴയിൽ തള്ളി. എന്നിട്ട് ഇന്ന് അതിനെ എന്താണ് മഹത്വവൽക്കരിക്കുന്നു. 1921 അവിടെ പോയി പ്രസംഗിക്കാൻ പോകുന്ന ആരാണ്? അവിടെ പോയി കോൺഗ്രസ്സുകാരാണ് പ്രസംഗിക്കുന്നത്. ഈ കുഞ്ഞമ്മദ് ഹാജിനെയൊക്കെ പുകഴ്ത്തി പറയുന്നത് കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാർക്ക് ചരിത്രം അറിയിട്ടാണോ 1921? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിൽ മൊത്തത്തിലും ഈ ചെറിയ ഘടകം ഈ ഒരു മുസ്ലിങ്ങളുടെ വോട്ടും ക്രിസ്ത്യാനികളുടെ വോട്ടുമാണ് എപ്പോഴും 2-3% വരുന്ന വോട്ടുകളാണ് പലയിടത്തും നിർണായകമാവുന്നത്, ഈ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും ജയിപ്പിക്കുന്നത്. ആ ഈ 2-3% വേണ്ടി തന്നെയാണ് ഇവിടെ ഈ പിണറായി വിജയൻ എന്താണ് ഇനി എന്ത് തെറ്റ് അവരുടെ കയ്യിൽ കണ്ടാലും ഒരു കുഴപ്പമില്ല, തടവി കൊടുക്കും.
അതേപോലെ തന്നെയാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ കാര്യവും. ഇപ്പോൾ CAA കാര്യത്തിൽ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വായിച്ചാലും ആ നിയമം എന്താണെന്ന് അറിയാം. അതിന് മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല എന്നറിയാം. പക്ഷേ ഇവിടെ ഈ MBBS ഉള്ള ഡോക്ടർമാരെല്ലാം ഇറങ്ങിയത് പുറത്തേക്ക്. എന്തോ സംഭവിക്കാൻ പോകുന്നു? അത് കഴിഞ്ഞിട്ട് ഇപ്പം കൊറോണ വിഷയം വന്നപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഈ സ്ത്രീകൾ വലിയ പാറക്കല്ലുകൾ എടുത്തിട്ട് പോലീസുകാരെ എറിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ നേതാക്കന്മാർ വല്ല ഒരക്ഷരം മിണ്ടിയോ, നിങ്ങളത് ചെയ്യരുത്, ഇത് രോഗമാണ്, നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം, മറ്റേ ആരോഗ്യ പ്രവർത്തകർ വരുമ്പം അവരെ സ്വീകരിച്ച് കൊണ്ടുപോയിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഇവിടെ അബ്ദുള്ള പറഞ്ഞോ? മുസ്ലിം ലീഗുകാർ പറഞ്ഞോ? ഒരാളും പറഞ്ഞില്ല. അവിടെയാണ് വ്യത്യാസം. അവിടെ മൗനം പാലിച്ചു. എന്നിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, ഒരു കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതേ മുസ്ലിങ്ങളെ എല്ലാവരും കൂടി ഓടിച്ചിട്ട് തല്ലുന്നു, പോലീസ് തല്ലുന്നു, BJPക്കാർ തല്ലുന്നു, RSSന്റെ ബഹളം എന്ന് വരുത്തി തീർക്കാൻ എവിടെയെങ്കിലും ഒക്കെ പ്രശ്നമുണ്ടാവണം എന്ന് കൊതിച്ച് ഇപ്പോഴാണെങ്കിൽ പ്രശ്നം ഉണ്ടാവുന്നില്ല. എല്ലാ പ്രശ്നവും അവിടെ തീരുകയാണ്. കൃത്യമായിട്ട് CAയുടെ വിഷയമായാലും ഏത് വിഷയമായാലും ശരി അസലായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ട് ഇവരുടെ സ്വപ്നങ്ങളായിട്ട് അവശേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ മനസമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് ആ മനുഷ്യൻ അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത് ഇല്ലാതാക്കണം എന്നുള്ളത് ഇന്ന് അജണ്ടയാണ്. അങ്ങയിലേക്ക് വീണ്ടും വരാം, ഒരു ഇടവേളയിലേക്ക്.